ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. ഇന്ന് നിങ്ങൾ എല്ലാവരും ഒരുപാട് ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു സാറിനെയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ ഏത് മീറ്റിംഗ് ഉണ്ടെങ്കിലും അതിൽ വീഡിയോ ഓപ്പൺ ആക്കിയിരിക്കുന്ന ഒരു സാറാണ്. അധികം ആളുകൾക്കും അറിയാം, ഷൈൻ ഷാ സാറ്. നമ്മൾ മെജൂസ് പാർക്കിൻ്റെ ഫാമിലി നമ്മൾ വിളിക്കുന്നത് ഷാനു എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഷാനു എന്ന് പറഞ്ഞിട്ടാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഷാനു സാറിൻ്റെ കാര്യത്തിൽ നമ്മൾ മെജൂസ് പാർക്കിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് 3rd or 4th ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന, അതായത് ഡേ 1 അല്ല കേട്ടോ, ഡേ 1 or ഡേ 2 നമ്മുടെ ക്ലാസ്സിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് നമുക്ക് കോഴ്സ് വേണമെന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ ടീമിനെ കോണ്ടാക്ട് ചെയ്യുന്നു. ആൾ കോഴ്സ് എടുക്കുന്നു, ട്രാവലിങ്ങിലാണ് തോന്നുന്നു, പെട്ടെന്ന് വന്ന് ക്ലാസ്സിലും കയറി നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് സാറ് വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ട്രെയിനിങ് സെൻറ്ററോ കാലിക്കറ്റ് എന്തൊക്കെ സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരിതായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു, ഇവരെന്തിനാ നമ്മുടെ കോഴ്സ് എടുക്കുന്നത്, ഇതിൻ്റെ ഒരു കാര്യമൊന്നും ഇല്ലല്ലോ. പിന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് കുറേ കാര്യം അറിയാം, പക്ഷെ ഇവിടുത്തെ ക്ലാസ്സിൽ നിന്നും കുറച്ചും കൂടെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ലണ്ടൻ കോളേജിൻ്റെ കോഴ്സസ് ടീച്ചേഴ്സിന് പറയുമ്പോൾ അതും പോയിട്ട് ഷാനു സാർ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഇത്രയും സെൻറ്ററും കാര്യമൊക്കെയുള്ള ഒരാൾ ഇനിയും ഇത്ര ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇത്രയും പാഷനാണോ ഗൾഫിലൊരു സ്കൂളിലേക്ക് വരാനെന്ന്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുന്ന സമയത്താണ് മെൻറ്ററിങ് കോഴ്സിലേക്ക് വരുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ മാസ്റ്ററിങ് IGCSE A ലെവൽ സ്റ്റാർട്ട് ചെയ്തു. അത് ആൾ എടുത്തിട്ടില്ല. പിന്നെ മെൻറ്ററിങ്ങിലേക്കാണ് ആൾ കയറി വരുന്നത്. നമ്മൾ മെൻറ്ററിങ് അറിയാലോ, 1 lakhൻ്റെ കോഴ്സ് മെൻറ്ററിങ് ഓഫർ ചെയ്യുന്ന സമയത്ത് വന്നു. അപ്പം നമ്മൾ സ്ക്രീനിങ് എടുത്തിട്ടാണ് നമ്മൾ ടീച്ചേഴ്സിന് എടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, സ്ക്രീനിങ്ങിൽ കിട്ടാത്തവരെ നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷാനു എന്ന് പറഞ്ഞിട്ടുള്ള സാറ് സ്ക്രീനിങ്ങിന് വേണ്ടി 10,000 ബുക്കിംഗ് ചെയ്തിക്കണമെന്ന് പറയുമ്പോൾ അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്, ആളെ നമ്മൾ റിജക്റ്റ് ചെയ്യും. റീസൺ എന്താ അറിയോ, ആൾക്കതിന് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല, ആൾക്ക് ഓവർ ക്വാളിറ്റിയാണ്. അപ്പോൾ ആൾ എന്തിനാ അത്രയും ക്യാഷും കൊടുത്തത് എടുക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. അപ്പം തന്നെ നമ്മൾ ആളെ 10,000 ബുക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ പ്രിൻ്റ് ഔട്ടിൽ അത് സർക്കിൾ ചെയ്തു, ആൾ റിജക്റ്റഡാ, ആൾ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ സ്ക്രീനിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു കാര്യമില്ല, നിങ്ങൾക്ക് വെറുതെ ഇത്രയും ക്യാഷ് ഒന്നും മുടക്കിയിട്ട് ഒരു മെൻറ്ററിങ് എടുക്കേണ്ട കാര്യമില്ല, നമ്മൾ ഹെൽപ്പ് ചെയ്യാം. ആള് പോവില്ല. നമ്മൾ പറയില്ലേ, നമ്മൾ ഉന്തി തള്ളി അങ്ങ് വിട്ടാലും ഇല്ല, എനിക്ക് മെൻറ്ററിങ് വേണം, എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിലും എനിക്കത് അപ്ലൈ ചെയ്യണം. എത്രയോ നമ്മളൊരു 10-15 മിനിറ്റ് ആളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ക്യാഷ് കളയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി നല്ല ക്വാളിറ്റി ഉണ്ട്, അതൊന്ന് പോളിഷ് ചെയ്ത് അവിടെ ഇവിടെ കുറച്ചൊരു മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾ പൊയ്ക്കോ, കിട്ടും. പോവില്ല ആള്. അങ്ങനെ നമ്മൾ സർക്കിൾ ചെയ്ത് നമ്മളെ കൊണ്ട് അത് മാറ്റിപ്പിച്ചു. ഷാനു എന്ന് പറഞ്ഞ ആള് നമ്മുടെ മെൻറ്ററിങ്ങിലേക്കും വന്നു. ഇങ്ങനെയാണ് സംഭവിച്ചത്. അത് കഴിഞ്ഞ് ആള് വർക്ക് വിസയിൽ വന്നാലാണ് മെയിൽ സ്റ്റാഫിന് നല്ലത് എന്ന് പറയുമ്പോൾ മെയ് 12 ആള് വർക്ക് വിസയിൽ വന്നിട്ട് ഇവിടെ ലാൻഡ് ചെയ്തു. ആ സമയത്താണ് നമ്മുടെ മാസ്റ്ററിങ് IG A ലെവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മെൻറ്ററിങ്ങിൽ നമ്മൾ പേഴ്സണലി ഗൈഡൻസ് കൊടുക്കുന്ന സമയത്ത് ആസ് എ മെൻറ്റർ എനിക്ക് കുറച്ച് കണക്കൂട്ടലൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആളെടുത്ത് ഓൾറെഡി ക്വാളിറ്റി ഉണ്ട്. അപ്പം മെൻറ്ററിങ് എടുത്ത സ്ഥിതിക്ക് ആളെ ഒന്നും കൂടെ സൂപ്പർബ് ആക്കിയിട്ട് മാറ്റണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. ഒരു മെയിൽ ടീച്ചർക്ക് ഫീമെയിൽ ടീച്ചറിനെ പോലെ പണി കിട്ടാൻ അത്ര ഈസി അല്ല അല്ലേ, അവർക്ക് വിസ വേണം, കാര്യങ്ങളൊക്കെ. അപ്പോൾ ഷാനു എന്ന് പറഞ്ഞ ആൾ, എനിക്കറിയുന്ന ഷാനു എന്ന് പറഞ്ഞ ആളുടെ ഒരു ക്വാളിറ്റി, ആളെടുത്ത കോഴ്സ്, ഇത് വെച്ചിട്ടൊരു 3-4 മാസം കൊണ്ട് ഫസ്റ്റ് ഇത് ചെയ്യിപ്പിക്കാം, പിന്നെ ഇത് ചെയ്യിപ്പിക്കാം, പിന്നെ ആൾ കയറിപ്പോയിക്കോളും. ഇങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ പ്ലാനുകളൊക്കെ മാറ്റി. എന്താണെന്നറിയോ, ഹാർഡ് വർക്ക് അത്രക്കാണ്. പറയാം എങ്ങനെയാണ് ആളത് ചെയ്തതെന്ന്. അങ്ങനെ ആളെ ആ മെൻറ്ററിങ്ങിൽ ഞാൻ പറഞ്ഞു, മാസ്റ്ററിങ് IG A ലെവലിലെ ബയോളജി ആളോട് അതും കൂടെ എടുത്തോ, ഇനി അത് എടുക്കാതിരിക്കേണ്ടെന്ന് പറഞ്ഞു. ഉടനെ നമ്മൾ എന്ത് പറഞ്ഞോ അവിടെ പിന്നെ ഒരു നോട്ടൊന്നുമില്ല, എടുത്തു. ആ ക്ലാസ്സിൽ വന്ന് ക്ലാസ്സിനെ മൊത്തം ആക്റ്റീവ് ആക്കിയിട്ട് ഭയങ്കര ആക്റ്റീവായിട്ട് ആളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഭയങ്കര ഭയങ്കര ഒരു ഉത്സാഹത്തോടെയാണ് ചെയ്യുക കേട്ടോ. അത് പറയാതെ വയ്യ. ഇതിൻ്റെ താഴെ ഷാനു സാറിൻ്റെ കൂടെ ബയോളജി ചെയ്തവരും ഷാനു സാറിൻ്റെ ഹെൽപ്പ് കിട്ടിയവരൊക്കെ നിങ്ങൾ കമൻറ്റ് കൊടുക്കണം. കാരണം ചില ആളുകൾ നമ്മളോട് വന്നിട്ട് എന്താ പറയുക ചോദിക്കുക, ഷാൻഷാ സാറിൻ്റെ നമ്പർ ഞങ്ങൾക്കൊന്ന് കിട്ടുമോ, ഞങ്ങൾക്ക് ഷാൻഷാ സാറിനോട് ചോദിക്കണം. കാരണം ആളുകൾക്ക് ചിലപ്പോൾ മെൻ്റൽ സപ്പോർട്ടാണ് വേണ്ടത്. അത്ര ആളുകളെ സഹായിക്കാനും റെഡിയാണ്. അത് വേറൊരു പാട്ടിട്ട് ആളുടെ കുറേ പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾ സാറിനെ കേൾക്കാൻ വെയിറ്റ് ചെയ്യാണ്. കുറച്ചും കൂടെ കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ട് എന്നിട്ട് സാറിന് കൊടുക്കാം. എന്നിട്ട്
നമ്മുടെ IG A ലെവലിൻ്റെ ബയോളജി ക്ലാസ്സും കഴിഞ്ഞ് ജൂലൈ ഫസ്റ്റ് വീക്കിന് നമ്മൾ നാട്ടിൽ പോയി. നാട്ടിൽ പോയുള്ള തിരക്ക് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ നമ്മുടെ ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ തിരക്കിലാണ്. അപ്പൊ സാറിനോട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നു. നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും അതിൽ കൂടുതലുമായിട്ട് ആളിവിടെ പ്രാക്ടീസിങ്ങിലാ. നിങ്ങൾ പിന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്ത് ട്രെയിനിങ് എടുത്തിട്ടും കാര്യമില്ല നമ്മളൊരു സ്റ്റെപ്പ് വെക്കാതെ. കാരണം നമ്മളാണ് പോയിട്ട് പെർഫോം ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നേ ഉള്ളൂ. ഇത് നിങ്ങളിലൂടെ നിങ്ങൾ ചെയ്യണം. അതുപോലെ നമ്മളൊരു കാര്യം, ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസാണ് വേണ്ടത്. ആളിരുന്നിട്ടില്ല, ആള് പ്രാക്ടീസ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് ലാസ്റ്റാണ് നമ്മൾ വരുന്നത്. അതിൻ്റെ മുമ്പ് തന്നെ ഓഗസ്റ്റ് സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക് സ്കൂൾസൊക്കെ ഓപ്പൺ ആക്കിയ സമയത്ത് നമ്മൾ ഈ മെൻറ്ററിങ് എടുത്ത ടീച്ചേഴ്സിന് വേണ്ടി മാത്രം സൂപ്പർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് വെച്ചിട്ടുണ്ട്. അവർക്ക് ഒന്നും കൂടെ പോളിഷ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആക്കാൻ. അതിൽ ഷാനു ഡേ 1 ഡ്രസ്സിങ് ഒക്കെ നല്ല ഡ്രസ്ഡ് ആയിട്ട്, വെൽ ഡ്രസ്ഡ് ആയിട്ട് ആളെന്ത് ചെയ്യും, ഒരു തംസപ്പ് തന്നിട്ട് എനിക്ക് വരെ മോട്ടിവേഷൻ. ഷാനുവ പോകുന്നത് കാണുമ്പോൾ എന്താ അറിയോ, ഒരു ഇന്റർവ്യൂവിന് പോവാൻ നമ്മളെ തോന്നിപ്പിക്കും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ആ ഗ്രൂപ്പിലുള്ള ടീച്ചേഴ്സിനൊക്കെ എന്താണ്, അവരുടെ ഒരു ബ്രദർ, അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടുകയാണ്. എന്നിട്ട് പിന്നെ എന്താ പറയുക, മിണ്ടാതിരിക്കുന്ന നമ്മുടെ ഫീമെയിൽ ടീച്ചേഴ്സൊക്കെ ഷാനു ഇറങ്ങിയ എന്താണ്, അവർക്കൊക്കെ ആ മോട്ടിവേഷൻ കൊടുക്കും. ഡേ 1 പോയിട്ട് ആളാ ലിസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കും, ഗ്രൂപ്പിലേക്ക് കണ്ടിടും. അല്ലാതെ യെസ് ഞാൻ പോയ സ്കൂൾ ആരും അറിയണ്ട, വേറെ ആരും പോകണ്ട എന്നല്ല. ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് കേട്ടോ ആൾക്ക്. അത് ഫുൾ അങ്ങോട്ട് ഇട്ടും. എന്നിട്ട് അടുത്തത് ഡേ 2. ഡേ 1 ചിലർ CV വാങ്ങി വെച്ചു മാം, ചിലരിങ്ങനെ പറഞ്ഞു. പക്ഷെ അവിടുന്ന് തന്നെ നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് വരുന്നത്. കാരണം ആൾ അതുപോലെ ആ ഡ്രസ്സിങ്ങും കാര്യവും കണ്ട് HR വിളിച്ചിട്ട് 1 മണിക്കൂറോളം സംസാരിച്ച സ്കൂൾസ് ഉണ്ട്. ഇതൊക്കെ വലിയ വലിയ സ്കൂൾസാ. വൈസ് പ്രിൻസിപ്പൾ വിളിച്ചിട്ട് ആളോട് 1 മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ട്. ഇവർക്കൊന്നും നമ്മളോട് സംസാരിക്കാൻ പോലും ടൈമില്ലാത്ത അത്രയും ബിസി പീപ്പിളാണ്. കാരണം ആളുടെ പെർഫോമൻസ് കണ്ടിട്ടാണ്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഈ ആള് കയറുന്ന സ്കൂളിൽ നിന്ന് അവിടുത്തെ മോസ്റ്റ് വാണ്ടഡ് എംപ്ലോയി ആയിട്ടാവും ഇറങ്ങുന്നത്. ഇത് കഴിഞ്ഞ് ഡേ 3, ഡേ 4, ഡേ 5 എന്ന് പറഞ്ഞിട്ട് ഇതാകുമ്പോൾ കുറെ സ്കൂള് വിളിക്കും. അങ്ങനെ ഒരു ഇതിലാണല്ലോ നിൽക്കുക. ആളൊട്ടും ടയേർഡല്ല. നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഇരിക്കുന്ന പ്രത്യേകിച്ച് മെയിൽ ടീച്ചേഴ്സ് കേൾക്കണം. എനിക്ക് ടെൻഷനായിരുന്നു എപ്പോഴും അത് കിട്ടുക, കാരണം ഇത്രയും ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആള് റിയാദിലെ ഒരു ബ്രിട്ടീഷ് സ്കൂളിൽ IGCSE ബയോളജി ടീച്ചറായിട്ട് കിട്ടി. ഇത് കിട്ടി കഴിഞ്ഞിട്ട് ആളിത് വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ആള് റെഡിയാ, ഭയങ്കര ഇതില് ആള് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ ആൾക്ക് കോളുകൾ വരാൻ തുടങ്ങി. മുമ്പ് കുറെ സ്കൂളിൽ പോയിട്ട് CV കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർ വിളിക്കുകയാണ്. നമ്മളൊക്കെ എന്താണ് ചെയ്യുക, അയ്യോ അത് വേണോ ഇത് വേണോ, പ്രത്യേകിച്ച് നമ്മൾ ലേഡീസിനാണ് ആ ഒരു കൺഫ്യൂഷൻ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മാം ഇവരൊക്കെ വിളിക്കുന്നുണ്ട്, ഞാൻ പോകുന്നില്ല മാം, എനിക്ക് ഇവിടുത്തെ കുറച്ച് എക്സ്പീരിയൻസ് വേണം, ഞാൻ ഇവിടെ പണിയെടുക്കാം. അങ്ങനെ ഒരു അറബിക് സ്കൂള് വീണ്ടും ആളെ വിളിച്ചു വരുത്തുകയാണ്. ഇവരൊക്കെ നമ്മൾ കൊണ്ടുപോയി CV കൊടുത്താൽ എടുക്കാത്ത സ്കൂൾസാണ്. ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത സാറാണ്. വീണ്ടും വിളിച്ചിട്ട് ആൾ എന്നെ വിളിക്കുക. അപ്പം ഞാൻ ആളെടുത്ത് പറഞ്ഞു, പോയി നോക്ക്, നല്ലൊരു എമൗണ്ട്, ഒരു 10,000 അടുത്തൊക്കെ കണ്ട് പിടിച്ചോ, നമുക്ക് എന്തായാലും നല്ലൊരു ജോബ് ഉണ്ടല്ലോ. ആള് പോയി ഇപ്പൊ കിട്ടുന്നതിനേക്കാളും 3,000 കൂടുതൽ സാലറി. ഇതിനേക്കാളും ആ സ്കൂളിലേക്ക് പോയാൽ ഇതിനേക്കാളും കൂടുതൽ വീണ്ടും 3,000, ഏകദേശം ഒരു 65,000-70,000 രൂപയായി. ഫ്ലൈറ്റ് ടിക്കറ്റ്, മറ്റ് അലവൻസ് ഒക്കെ ഓഫർ ചെയ്തു. ഷാനു അതിൽ വീണോ? ഇല്ല. ഞാൻ പോലും അന്തം വിട്ടു കേട്ടോ. ചിലപ്പോൾ നമ്മളൊക്കെ തന്നെയാണെങ്കിലും 75,000 കൂടുതൽ, ഞാൻ ഇനി ഇവിടെ പോയിക്കോളാം, അതും വലിയ സൂപ്പർ സ്കൂള്, ബിൽഡിംഗ് ഒക്കെ സൂപ്പർ സ്കൂളായിട്ട്. ആള് പോയില്ല. ആൾ ഇറങ്ങിയിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് എന്തരോ, മാം അവര് പറഞ്ഞു, ഞാൻ നോ പറഞ്ഞു മാം, ഞാൻ പോന്നു. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഷാനു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു? മാം എനിക്ക് ഇവിടെ ഇപ്പൊ നന്നായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് എൻ്റെ സ്റ്റുഡൻസ് കാര്യങ്ങൾ കമ്മിറ്റ്മെന്റും ഉണ്ട്. ആള് സർവീസ് കൊടുക്കാനും ആള് റെഡിയാണ്. ആ കമ്മിറ്റ്മെന്റ് എൻ്റെ അടുത്ത് പറഞ്ഞ എന്താ വെച്ചാൽ, എനിക്ക് ഇവിടെ പഠിപ്പിച്ചിട്ട് ഇവിടുത്തെ ആക്ടിവിറ്റിയിലും എനിക്ക് എൻ്റെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെനിക്ക് ഈ സ്കൂളിൽ നിന്ന് കിട്ടും മാം. സോ ഞാൻ ഈ വർഷം ഇവിടെ കണ്ടിന്യൂ ചെയ്യാം, എക്സ്പീരിയൻസ് ഒക്കെ ആക്കിയിട്ട് പിന്നെ മാറ്റി പിടിക്കാന്നേ, എനിക്ക് ഇനിയും കിട്ടും എന്നുള്ളതാണ് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നെ പോലും അത്ഭുതപ്പെടുത്തി, എന്നെ പോലും തിരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ഇതിലാണ് ഞാൻ മെന്റർഷിപ്പ് എടുത്ത് മെന്ററായിട്ടുള്ള ഷാനു ചെയ്ത് ഭയങ്കര പ്രൗഡാണ്. അപ്പൊ ഇനി ഞാൻ കുറെ വലിച്ചു നീട്ടിയാൽ നിങ്ങൾക്ക് ദേഷ്യം വരും, എനിക്കറിയാം. ബാക്കി നമുക്ക് ഷാനുവിനോട് ചോദിക്കാം. യെസ് ഷാനു, കരിയർ ജേണി നാട്ടിൽ നിന്നാണ് തുടങ്ങിക്കോ. കാലിക്കറ്റ് അല്ലേ നാട്?
യെസ് ഷാനു മാം, കാലിക്കറ്റ് കേൾക്കത്തില്ലേ? കാലിക്കറ്റ് ഫറൂഖിലാണ്. എങ്ങനെയായിരുന്നു ആ തുടക്കം? ഞാൻ നിർത്തി, ഷാനു തുടങ്ങിക്കോ. ഇൻഷാല്ലാ. താങ്ക് യു മാം. ഏകദേശം എൻ്റെ കരിയർ ജേണിയുടെ ഒരു 50% മാം എന്നെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞ്. എൻ്റെ എല്ലാ കാര്യങ്ങളും മാമിനെ അറിയുന്നതാണ്. ഫ്രം ഞാൻ സൗദി വന്ന അന്ന് മുതൽ ടിൽ നൗ, ഇന്നലെ വരെ നടന്ന കാര്യങ്ങൾ മാമിൻ്റെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. എനിവേ താങ്ക്സ് മാം, താങ്ക് യു ഫോർ യുവർ ബ്യൂട്ടിഫുൾ വേർഡ്സ്. സോ എല്ലാവരും കേൾക്കാൻ താങ്ക്സ്. കാത്തിരിക്കുകയായിരിക്കും, എസ്പെഷ്യലി മെയിൽ ടീച്ചേഴ്സ്. ഞാൻ ഷഹൻഷാ, ഷാനു എന്ന് പറഞ്ഞാലായിരിക്കും ഗ്രൂപ്പുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ ആദ്യം പറയട്ടെ, ഞാൻ ഒരു എക്സ്പീരിയൻസ്ഡ് ടീച്ചറല്ല. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ട്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുള്ള പരിചയമുള്ളത്. ബട്ട് ഞാൻ പാഷനേറ്റ് ആണ് ടീച്ചിങ്ങിൽ. ഐ ലവ് ടീച്ചിങ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോബ് എന്നല്ല എനിക്ക് പറയാൻ ഇഷ്ടം, ഞാനത് എൻജോയ് ചെയ്യുന്നൊരു സംഭവമാണ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞാൻ സൗദിയിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത് 12 നവംബർ 2024, അതായത് കഴിഞ്ഞ വർഷം 12 നവംബർ ഞാൻ ആദ്യമായിട്ട് സൗദിയിലേക്ക് വരികയാണ്. അപ്പോൾ അന്ന് എനിക്കറിയാലോ എന്താണ് സൗദി, എങ്ങനെയാണ് ഇവിടുത്തെ സ്കൂൾ സംഭവങ്ങൾ, കാര്യങ്ങൾ. ഞാൻ വിസിറ്റ് വിസയാണ് കേട്ടോ എടുത്തു വരുന്നത്. വിസിറ്റ് വിസയാണ് എടുത്തു വരുന്നത്. അപ്പോൾ എനിക്ക് ഒരു കാര്യങ്ങളും ഒരു പ്രിപ്പറേഷനും ഇല്ല. ഞാൻ ഇങ്ങോട്ട് വന്നതാ, ഇങ്ങോട്ട് ഒരു സ്റ്റാർട്ടിങ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് സൗദിയിലേക്ക് കണ്ട് കയറി. കയറിയിട്ട് ബാക്കിയൊക്കെ ഇവിടെ വന്നിട്ട് നോക്കാം ഇൻഷാ അള്ളാ. അങ്ങനെ വിസിറ്റ് വിസ എടുത്ത് വന്ന്, ആൻഡ് ഞാൻ പറയാം അതിൻ്റെ മുമ്പേ എൻ്റെ ക്വാളിഫിക്കേഷൻ, ഡിഗ്രി ഞാൻ ഗ്രാജുവേറ്റഡ് ആണ് വിത്ത് BEd. എൻ്റെ ക്വാളിഫിക്കേഷൻ എൻ്റെ ബയോഡാറ്റയിൽ എനിക്ക് ആഡ് ചെയ്യാൻ ആകെ അതൊരു കാര്യം മാത്രമേ ഉള്ളൂ, ഡിഗ്രി വിത്ത് BEd. ഒരു എക്സ്ട്രാ ക്വാളിഫിക്കേഷൻസ് ഇല്ല, ഒരു എക്സ്പീരിയൻസ് ഇല്ല, ഒരു കാര്യങ്ങളുള്ളൂ. ഒരു സ്കിൽസ് മീൻസ് ടീച്ചിങ് സ്കിൽസ് ഉണ്ട്, പക്ഷെ അതൊക്കെ എങ്ങനെ പോളിഷ് ചെയ്യണം, എങ്ങനെ ആഡ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു പുതിയ കുട്ടി ഒരു സ്കൂളിലേക്ക് കയറി പോകുന്ന പോലെ ഞാൻ ആദ്യമായിട്ട് സൗദിയിലേക്ക് എത്തുകയാണ്. അന്നൊന്നും മുനിറ മാമിനെ പരിചയമില്ല കേട്ടോ, പരിചയം പോയിട്ട് അറിയും കൂടിയില്ല ഇങ്ങനെ ഒരാൾ സൗദിയിലുണ്ട് എന്നുള്ളതൊക്കെ. അങ്ങനെ ഞാൻ സൗദിയിലെത്തി. എന്നിട്ട് എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് 13 മുതൽ, 13 നവംബർ. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ ജോബ് ഹണ്ട്, അതായത് എൻ്റെ ജോബ് ഹണ്ട് ഞാൻ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ അത് ഒന്ന് വിത്ത് വിസിറ്റ് വിസ. ഞാൻ വിസിറ്റ് വിസ എടുത്തിട്ട് ഞാൻ ഇവിടെ ട്രൈ ചെയ്തു. എങ്ങനെയൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നാട്ടിൽ പോകുന്നു. പിന്നെ ഞാൻ വർക്ക് വിസ എടുത്ത് വരുന്നു, ഇക്കാമ ഉള്ള വിസ എടുത്ത് വരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയൊക്കെ ഇവിടെ ട്രൈ ചെയ്തു, എൻ്റെ എക്സ്പീരിയൻസസ് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഇടയിലൊരു ഫേസും കൂടിയുണ്ട്. ആ സമയത്താണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത് നാട്ടിലിരുന്നിട്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്തുതരാം, അപ്പോൾ ആർക്കെങ്കിലും ഉപകാരമാവുമെങ്കിൽ ഇൻഷാ അള്ളാ. അപ്പം ഞാൻ വിസിറ്റ് വിസ എടുത്തിട്ട് ഇവിടെ വരുന്നത് പറഞ്ഞല്ലോ 12 നവംബർ 2024. ഏകദേശം 2-2.5 മാസം ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഏകദേശം 28 ജാനുവരി 2025 ഞാൻ തിരിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, നാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ വിസിറ്റ് വിസ എടുത്ത് വന്ന സമയത്ത് അന്നൊന്നും മാമിനെ പരിചയപ്പെടുന്നില്ല കേട്ടോ. അത് ഇങ്ങനെ ഞാൻ ഊന്നി പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാമിനെ പരിചയപ്പെട്ട ആ മൊമെൻറ്റ് മുതലാണ് ഞാൻ പിന്നെ എൻ്റെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ചേഞ്ചസ് വരുന്നത്. ഈവൺ എൻ്റെ ലുക്ക്, എൻ്റെ അറ്റയർ, സകല കാര്യങ്ങളിലും. അങ്ങനെ ഞാൻ വിസിറ്റ് വിസ എടുത്ത് വന്ന സമയത്ത് ഞാൻ സ്കൂളിൽ നോക്കുകയാണ്. അപ്പം ഒന്നും നടക്കുന്നില്ല, കാരണം വിസ എൻ്റെ കയ്യിലില്ല. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായി വിസ ഇല്ലാതെ പരിപാടികളൊന്നും നടക്കുകയില്ല. ആ സമയത്ത് തന്നെ ഞാൻ കുറേ സ്കൂൾസ് ട്രൈ ചെയ്തു. നോർമൽ ഒരു ഡ്രസ്സ് ഇട്ടിട്ടൊക്കെയാണ് ഞാൻ ആ സമയത്ത് പോകുന്നത്. എനിക്കറിയില്ല എങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം, കാര്യങ്ങൾ, ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്കൂൾസ് ഉണ്ട്. ആദ്യമായിട്ടാണ് ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂൾസ്, IGCSE എന്നൊക്കെയുള്ള വേർഡ് ഇവിടെ വന്നിട്ട് ഞാൻ കേൾക്കുന്നത്. അതൊന്നും ആ സമയത്ത് കേൾക്കുന്നില്ല കേട്ടോ. അങ്ങനെ കുറേ സ്കൂൾസ് വിസിറ്റ് ചെയ്ത്, അങ്ങനെ ആ സമയത്ത് ഞാൻ മെയിൽ അയക്കുന്നുണ്ട്. ഒരു നോർമൽ മെയിൽസൊക്കെ അയക്കുമ്പോൾ 1-2 സ്കൂൾസ് എന്നെ വിളിക്കുന്നുണ്ട്. പിന്നെ പക്ഷേ റിജക്റ്റ് ചെയ്ത്, വിസ ഇല്ലാത്തത് കൊണ്ട് റിജക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആ സമയത്ത് തന്നെ ഞാൻ വിസിറ്റ് വിസ എടുത്ത് വന്ന സമയത്ത് തന്നെ ഞാൻ റൂമിലിരുന്നിട്ട് ഏകദേശം 70ഓളം സ്കൂളുകൾക്ക് ഞാൻ മെയിൽ അയക്കുന്നുണ്ട്. മെയിലായിട്ടും വാട്സാപ്പായിട്ടും ഞാൻ അയക്കുന്നുണ്ട്. പക്ഷേ നോ പോസിറ്റീവ് റെസ്പോൺസ്, ഒരു പോസിറ്റീവ് റെസ്പോൺസും ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, യെസ്, എൻ്റെ അടുത്ത് എന്തൊക്കെയോ ഫാൾട്ട് ഉണ്ട്, സംതിങ്. എൻ്റെ സ്കൂൾ എന്ത് ചെയ്യുന്നില്ല, എന്നെ ഹയർ ചെയ്യാൻ എന്നെ ഇഷ്ടപ്പെടുന്നില്ല ആ സമയത്ത്. അപ്പം കാരണം അവരെന്നെ കാണുന്നില്ല ഒന്നാമത്. അപ്പം ഞാൻ മെയിൽ അയച്ചിട്ടും അവരെന്നെ എന്ത് ചെയ്യുന്നില്ല, ഹയർ ചെയ്യുന്നില്ല. അപ്പോൾ സംതിങ് മിസ്റ്റേക്സ്, എന്തെങ്കിലുമൊക്കെ എൻ്റെ ഭാഗത്തൊരു ഫാൾട്ട് കാണുന്നുണ്ട്. അതൊന്ന് റെക്ടിഫൈ ചെയ്യണമല്ലോ, എന്നാലല്ലേ എന്നെ അവർ വിളിക്കുകയുള്ളൂ. അങ്ങനെ ആ സമയത്ത് തന്നെ ഞാൻ 12ഓളം സ്കൂളുകളിൽ, റിയാദ് ഇവിടെ തൊട്ടടുത്തുള്ള സ്കൂളുകൾ ഡയറക്റ്റ്ലിയും പോകുന്നുണ്ട്. എല്ലാ സ്കൂൾസുകളും, CBSE, ബ്രിട്ടീഷ് സ്കൂൾസിലൊക്കെ ആ സമയത്ത് ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ വിസ ഇല്ലാത്തത് കൊണ്ട് CV പോലും എന്ത് ചെയ്തിട്ടില്ല, വാങ്ങി വെച്ചിട്ടില്ല. അപ്പം ഞാനൊരു കാര്യം മനസ്സിലാക്കി, ആദ്യം വേണ്ട സാധനം വിസയാണ്. അപ്പം എനിക്കിനി എവിടുന്ന് വിസ എടുക്കും, എങ്ങനെ എടുക്കും? രണ്ടാമത്തത്, ഇനി വിസ ഉണ്ടെങ്കിൽ തന്നെ എന്നെ ഹയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഞാൻ കുറച്ചും കൂടി എൻ്റെ കാര്യങ്ങൾ, എൻ്റെ സ്കിൽസ്, എൻ്റെ പേഴ്സണാലിറ്റി ഒക്കെ ഞാൻ പോളിഷ് ചെയ്യണം. അതും ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഏതായാലും വിസിറ്റ് വിസയിൽ വന്നതല്ലേ, ആ സമയം സൗദിയിലിരുന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം.
ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയെടുക്കുക. ഏതായാലും വന്നു നാട്ടിലേക്ക് വേണമെങ്കിൽ അപ്പം ടിക്കറ്റ് എടുത്ത് പോവാം. പക്ഷെ ഞാൻ ഇവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു. അതിൽ എൻ്റെ ഫാദർ, ഞാൻ ഫാദർ അത് കുറേ പറയാനുണ്ട് മൂപ്പരെക്കുറിച്ച്, പുള്ളിക്കാരനെ കുറിച്ച്. ഫാദർ പറഞ്ഞു, നീ അവിടെ നിൽക്ക്, നീ അവിടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്ക്, തിരക്കൊന്നുമില്ല. അങ്ങനെ ഞാൻ സൗദിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ഏകദേശം ജനുവരി വരെയുള്ള സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെയുള്ള ഡാറ്റാസൊക്കെ ഞാൻ കളക്ട് ചെയ്യണം. ആ സമയം വെറും പഠനത്തിന് വേണ്ടി ഞാൻ മാത്രമേ യൂസ് ചെയ്തു. പഠനം എന്ന് പറഞ്ഞാൽ എന്ത്, എങ്ങനെ എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അങ്ങനെ അങ്ങനെ ആക്സിഡൻ്റലി ഞാൻ ഇവിടെ എത്തിയൊരു 3 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കസിൻ ഉണ്ട് ജിദ്ദയിൽ, ഷിനു. അപ്പോൾ ഞാൻ അവളെ വിളിക്കുകയാണ്. അങ്ങനെ സ്കൂൾസിലൊക്കെ ഞാൻ നോക്കുന്നുണ്ട്, എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അങ്ങനെയാണല്ലോ നമ്മളിങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പടച്ചവൻ കൊണ്ടുതരും ഒരു റൂട്ട്. അങ്ങനെ ഷിനു എനിക്ക് ഒരു ദിവസം, ഇപ്പോഴും ഉണ്ട് മെസ്സേജ് എൻ്റെ കയ്യിൽ, ഏകദേശം ആ സമയത്ത് എനിക്ക് അയക്കാം, നീ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു മുനീറ മാം, നീ അല്ല ഐ മീൻ ഒരു യൂട്യൂബ് ചാനലാണ്, നീ അതൊന്ന് ജോയിൻ ചെയ്യുക, അതിൽ കുറേ ഡാറ്റാസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം എൻ്റെ കയ്യിൽ കിട്ടുകയില്ല. ഞാൻ നേരെ ജോയിൻ ചെയ്തപ്പോൾ അതിലതൊക്കെ കിടക്കുന്ന ഇഷ്ടംപോലെ വീഡിയോസ്. അപ്പോൾ എൻ്റെ ഡൗട്ട്സിനുള്ള ഓൾമോസ്റ്റ് എല്ലാ ഉത്തരങ്ങളും മാം അതുവരെ ഇട്ട വീഡിയോസിലുണ്ടായിരുന്നു. അതായത് വിസ എടുക്കണോ, വിസ എടുക്കണ്ടേ, വിസിറ്റ് വിസയിൽ ജോലി കിട്ടുമോ, ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്കൂൾസാണ് ഇവിടെ ഉള്ളത്, ഏതൊക്കെ സമയത്താണ് സ്കൂൾസ് ഹയർ ചെയ്യുന്നത്. കാരണം ഇന്ത്യൻ സ്കൂൾസ് ഡിഫറെൻറ്റ് ടൈമാണ്, അറബിക് സ്കൂൾസ് ഡിഫറെൻറ്റ് ടൈമിലാണ് ഹയർ ചെയ്യുന്നതൊക്കെ. അവരൊക്കെ സ്കൂൾ സമയങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള എല്ലാ ഡാറ്റാസും എനിക്ക് മുനിറ മാമിൻ്റെ വീഡിയോയിൽ കിട്ടുക. അങ്ങനെ മാമിനെ ഡയറക്റ്റ് മീറ്റ് ചെയ്യാനൊന്നും, ഐ മീൻ ഡയറക്റ്റ് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. മാം ജിദ്ദയിലാണ്, ഞാൻ റിയാദിലാണ്. ബട്ട് ഷീ ഈസ് ലൈക്ക് എ സിസ്റ്റർ ടു മീ. അത് അത് കുറേ പറയാനുണ്ട്. അങ്ങനെ മാം ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഹൗ ടു ബിക്കം എ ഇൻ്റർനാഷണൽ ടീച്ചർ എന്ന് പറഞ്ഞിട്ട്. അത് അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് ആയിരുന്നു, ഒരു ചെറിയ കോഴ്സായിരുന്നു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. സെക്കൻഡ് ഡേയിലേക്ക് ഞാൻ നേരെ CV പ്രിപ്പറേഷൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ CVയിൽ കുറേ അപാകതകളുണ്ട്, അത് റെക്ടിഫൈ ചെയ്യണം. അങ്ങനെ ഞാൻ നേരെ മാമിൻ്റെ കോഴ്സിലേക്ക് ഞാൻ ഇവിടെ എളാപ്പയുടെ കൂടെ നിന്നിരുന്നത്, അപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എളാപ്പയുടെ കൂടെ സൈറ്റിലായിരുന്നു. അപ്പോൾ അവിടുന്ന് നേരെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ മാമിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത് അതിൽ നിന്നാണ് എനിക്ക് എങ്ങനെ ഒരു CV ഉണ്ടാക്കണം കറക്റ്റ് മനസ്സിലാവുന്നത്. എനിക്കറിയാം, എനിക്കിപ്പോൾ CV ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ കൂടിയും മാമാണ് അത് പോളിഷ് ചെയ്തുന്നത്. അതായത് എങ്ങനെ നമ്മളൊരു ജോബിലേക്ക് വേണ്ടിയിട്ട് അതിനെ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, പെർഫെക്റ്റ് ആക്കണം എന്നുള്ളത് മാം പറഞ്ഞു തന്നു. എൻ്റെ CV ഞാൻ പെർഫെക്റ്റ് ആക്കി. 2, എൻ്റെ കവർ ലെറ്റർ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു കവർ ലെറ്ററൊക്കെ ഉണ്ടാക്കുന്നത്. കവർ ലെറ്ററൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും നമ്മളെ നാട്ടിൽ വല്ലാതെ വന്നിട്ടില്ല. അപ്പം മാം പറഞ്ഞു കവർ ലെറ്റർ റെഡിയാക്കണം. കവർ ലെറ്റർ അയച്ചു. 3-മത്, ഞാൻ അതുവരെ അയച്ചിരുന്ന മെയിൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഓക്കെ ഒരു സബ്ജക്റ്റ് ആഡ് ചെയ്യുന്നു, എൻ്റെ CV, എൻ്റെ കവർ ലെറ്റർ, എൻ്റെ ഡാറ്റ, എൻ്റെ സർട്ടിഫിക്കറ്റ്സ് അറ്റാച്ച് ചെയ്യുന്ന അയക്കുന്നു. അങ്ങനെ അയച്ചാൽ പോരാ, നീ എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ ചേഞ്ചസ് അതിൽ വരുത്തണം, ഇന്ന കാര്യങ്ങളിലൊക്കെ നീ ചേഞ്ചസ് വരുത്തണം. ഒരു കവർ ലെറ്റർ നീ മെയിലിൽ തന്നെ ഡ്രാഫ്റ്റ് ചെയ്യണം. അങ്ങനെ അതൊക്കെ മാം പറഞ്ഞത്, എൻ്റെ മെയിലിംഗ്, ഞാൻ എങ്ങനെ മെയിൽ അയക്കുന്നത് ഞാൻ പെർഫെക്റ്റ് ആക്കി. അത് കഴിഞ്ഞിട്ട് മാം അടുത്തത് 2-മത്തെ ദിവസത്തിലേക്ക് കടന്നു. ഡ്രസ്സിങ് സ്റ്റൈലിനെ കുറിച്ച് മാം പറഞ്ഞു. അപ്പോൾ ഞാൻ അതുവരെ ജസ്റ്റ് ഒരു ഷർട്ടും ഒരു പാൻറ്റും ഇൻസൈഡും ചെയ്ത് ഒരു എക്സിക്യൂട്ടീവ് ഷൂസ് ഇട്ട് പോയിരുന്ന ഞാൻ നേരെ എന്ത് ചെയ്ത് മനസ്സിലാക്കി, അത് പോരാ, കുറച്ചും കൂടി പ്രൊഫഷണൽ ആവണം. കാരണം ഇവിടെ നമ്മൾ ഇൻ്റർനാഷണൽ അറ്റ്മോസ്ഫിയറിലാണ്. അങ്ങനെ എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലിനെ കുറിച്ച് ഞാൻ പഠിച്ചു. അപ്പം അതൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കട്ടെ. ആ സമയത്തൊന്നും ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല. എനിക്ക് മനസ്സിലായി സ്കൂളിൽ പോയിട്ട് കാര്യമില്ല, വിസ എൻ്റെ കയ്യിലില്ല. അങ്ങനെ മാം കറക്റ്റ് എൻ്റെ കൈ പിടിച്ചിട്ട് എനിക്ക് ഡയറക്ഷൻ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പേ എത്രയോ ട്രെയിനിങ്ങുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ എനിക്ക് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എത്രയോ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ക്യാഷ് കൊടുത്തിട്ടും കൊടുക്കാണ്ടിയൊക്കെ. പക്ഷേ മാമിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയത് പറഞ്ഞാൽ ഒരു നമുക്ക് എന്താ പറയുക, ഒരു അതെനിക്ക് പറയാൻ കഴിയുന്നില്ല മാം. ഐ മീൻ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ. ഓക്കെ, നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളെ പിടിച്ച് വലിച്ച് മാം അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ അപ്പോൾ ഒരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തുള്ള സമയത്ത് അങ്ങനെ മാമിനെ ഞാൻ വിളിക്കുകയാണ്, മാം ഇങ്ങനെയുണ്ട്, എനിക്കിങ്ങനെ സ്കൂളിൽ കയറുന്നത്. അപ്പോൾ മാം അന്ന് എൻ്റെ നമ്പർ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഷാനു ഞാൻ നിൻ്റെ നമ്പർ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്, നമ്മൾ ഇനിയും കോൺടാക്റ്റിൽ ഉണ്ടാവും എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് മാം എൻ്റെ നമ്പർ അന്ന് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനത് ഓർമ്മിക്കുന്നുണ്ട് ആ സമയം അന്ന് കറക്റ്റ്. അങ്ങനെ മാം എന്നോട് പറഞ്ഞു, ഷാൻഷാ നീ ഏകദേശമൊക്കെ കാര്യങ്ങളായി, നീ പോയിട്ട് വിസ അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് മാം റിയാദ്, ജിദ്ദ, അവിടെയുള്ള വിസ കൊടുക്കുന്ന ആളുകളുടെ സകല കോണ്ടാക്ട്സും മാം എനിക്ക് ഷെയർ ചെയ്തു തന്നു. അങ്ങനെ ഞാൻ അതൊക്കെ പഠിച്ചു, കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് എന്ത് ചെയ്യാണ്, തിരിച്ചു പോവാം. ഞാൻ ഇവിടുന്ന് ഡിസിഷൻ എടുത്തിട്ടാണ് പോകുന്നത്. അതായത് തിരിച്ച് ഞാൻ വിസ എടുത്തിട്ട് സൗദിയിലേക്ക് ഞാൻ കയറും. ഞാൻ സ്കൂളിലേക്ക് എന്ത് ചെയ്യണം, ഹയർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് എത്തും ഇൻഷാ അല്ലാ. എന്നിട്ട് ഞാൻ ഏകദേശം ജാനുവരി 28-ാം തീയതി ആകുമ്പോഴാണ് ഞാൻ തിരിച്ച് ഇവിടുന്ന് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ പോകുന്ന സമയത്ത് എൻ്റെ എയിം
CBSE സ്കൂൾസ് ആയിരുന്നു. കാരണം ബ്രിട്ടീഷ് അമേരിക്കൻ എന്ന് പറയുന്നത് എൻ്റെ ബിയോണ്ട് മൈ റീച്ച് എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്കന്ന്. സത്യം പറയുമല്ലോ, എനിക്കന്ന് അങ്ങനെ തന്നെയായിരുന്നു. മാമിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാം ആ സമയത്ത് എനിക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ട്, ഇൻഷാല്ല നീ വരുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യണം, IG-യുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം ഇൻഷാല്ല, അപ്പോൾ തന്നെ നിൻ്റെ കാഴ്ചപ്പാടൊക്കെ മാറും. അപ്പോൾ നോക്കാം. അപ്പോൾ എനിക്ക് എൻ്റെ ബിയോണ്ട് മൈ റീച്ച്, കാരണം ബ്രിട്ടീഷ് അമേരിക്ക എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക എത്തിപ്പെടാൻ പറ്റാത്തൊരു സംഭവം എന്നൊക്കെ ഉള്ളൊരു മെൻറ്റാലിറ്റി എനിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ എയിം ഉറപ്പിച്ച് വെക്കുന്നത് CBSE സ്കൂളായിരുന്നു എൻ്റെ ഗോൾ. അത് ആദ്യം ഒരു എൻട്രി കിട്ടണമല്ലോ. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. ഏകദേശം 29 ജാനുവരി ഞാൻ നാട്ടിലെത്തുകയാണ്. നാട്ടിലെത്തി അതായിരുന്നു എൻ്റെ ഹോം വർക്ക്. ഞാൻ ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്ത്, ഞാൻ ടീച്ചറാണല്ലോ, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന വരി മുന്നേറാൻ മാം എനിക്ക് തന്ന ടാസ്കുകളായിരുന്നു. അപ്പോൾ എൻ്റെ ഹോംവർക്ക് സ്റ്റേജ് ആയിരുന്നു ഏകദേശം നാട്ടിലുള്ള ഏകദേശം 29 ജാനുവരി മുതൽ ഞാൻ 10 മെയ് 11-ാം തീയതിയാണ് തിരിച്ച് ഞാൻ പിന്നെ സൗദിയിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു 3-4 മാസം ഞാൻ നാട്ടിലിരുന്നിട്ട് ഞാൻ എന്നെ തന്നെ ടോട്ടലി മാറ്റിയ, എന്നെ തന്നെ ടോട്ടലി ചേഞ്ച് ചെയ്ത ഒരു പീരീഡ് ആയിരുന്നു. കാരണം കുറേ കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട് ആ സമയത്ത്. ഡോക്യുമെൻറ്റേഷൻ റെഡിയാക്കാനുണ്ട്, വിസ പ്രോസസ്സിങ് റെഡിയാക്കാനുണ്ട്. കാരണം തിരിച്ച് ജൂൺ ജൂലൈ ആകുമ്പോഴത്തേന് ഇവിടേക്ക് എത്തണം. കാരണം ആ സമയത്താണ് സ്കൂൾ ഹയർ ചെയ്യാന്നുള്ള ഡാറ്റ എനിക്ക് മാമിൻ്റെ ഭാഗത്തുനിന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്തേക്ക് തന്നെ നീ ഇങ്ങോട്ട് എത്തണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ 4 മാസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് സമാധാനിച്ചിരിക്കാൻ മൈൻഡ് സമ്മതിക്കുന്നില്ല. കാരണം അത് പോരാന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ആ സമയം നാട്ടിലെത്തിയിട്ട് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ്സാണ് ആദ്യം അറ്റസ്റ്റ് ചെയ്യുന്നത്. ഡോക്യുമെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷന് കൊടുത്തു. കാരണം അറ്റസ്റ്റേഷൻ മാൻഡേറ്ററി ആണ് ഇവിടെ. അറ്റസ്റ്റേഷൻ അപ്പോസ്റ്റയിൽ മതിയെങ്കിൽ കൂടിയും ഇനി റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സൗദി എംബസി തന്നെ ചെയ്തു. ഇനി ആ കേസ് കൊണ്ട് എന്ത് ചെയ്യണ്ട, ജോലി പോവരുതെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ CV നോക്കിയപ്പോൾ എൻ്റെ CV ഒരു ഫുള്ളല്ല, ഐ മീൻ കണ്ടന്റ് റിച്ച് അല്ലാത്ത പോലെ ഫീൽ ചെയ്ത്. അപ്പോൾ ഞാൻ മാമിനെ വിളിച്ചു, ഇങ്ങനെയൊക്കെ ഉണ്ട് മാം. നീ പറഞ്ഞു ലണ്ടൻ കോളേജിൻ്റെ കോഴ്സുകൾ നീ ജോയിൻ ചെയ്യും. ഒന്നും നോക്കിയില്ല, മാം ജോയിൻ ചെയ്യാൻ പറയുന്നു, ഞാൻ ജോയിൻ ചെയ്യുന്നു. കാരണം എനിക്ക് ഹെസിറ്റേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. രണ്ടാമത് തിങ്ക് ചെയ്യേണ്ട ആവശ്യം എനിക്ക് അവിടെ ഇല്ല. ഞാൻ ട്രസ്റ്റ് വർത്തിയായി മാം എന്ത് പറയുന്നോ അത് ഫോളോ ചെയ്യാം. എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യം വരാറില്ല. കാരണം അതൊക്കെ എനിക്ക് എൻ്റെ ലാസ്റ്റ് എൻഡ് ഓഫ് ദി ഡേ ഓഗസ്റ്റിലെത്തുമ്പോൾ അത് എനിക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്. ഞാനത് അവിടേക്ക് എത്തുമ്പോൾ ഞാൻ പറയാം. അങ്ങനെ ഞാൻ ലണ്ടൻ കോളേജിൻ്റെ മാസ്റ്റർ ടഫൽ ടെസോൾ എടുത്തു, ട്രെയിൻ ദ ട്രെയിനർ എടുത്തു, ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് എടുത്തു. ഇതൊക്കെ ഇൻ്റർനാഷണൽ കോഴ്സസ് ആണ്. അപ്പോൾ എൻ്റെ CV ഞാൻ അതൊക്കെ ആഡ് ചെയ്തു. CV ഞാൻ എൻറിച്ച്ഡ് ആക്കി. CV അത്യാവശ്യം ഓക്കെ, എക്സ്ട്രാ കോഴ്സസൊക്കെ ഞാൻ ആഡ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മാം ഓൾറെഡി പറഞ്ഞു നമ്മൾ IG ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ഞാൻ IG ട്രെയിനിങ്ങിലേക്ക്, എന്താണ് IG എനിക്ക് അറിയാലല്ലോ. അപ്പോൾ പഠിച്ചാലല്ലേ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ എയിമിലില്ല ഈ IG അമേരിക്കൻ സ്കൂൾസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞാൻ IG ട്രെയിനിങ്ങിലേക്ക് ജോയിൻ ചെയ്യാൻ കണക്കാക്കിയിരിക്കുന്ന സമയത്താണ് അതിൻ്റെ ക്യാഷൊക്കെ റെഡിയാക്കി ഇരിക്കുമ്പോഴാണ് മാം ഒരു മെസ്സേജിൽ അടുത്തത് വരുന്നത്, ഞാൻ പേഴ്സണൽ മെൻറ്ററിങ് കൊണ്ടുവരേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ പടച്ചോൻ ഇതിപ്പോൾ എന്താ അടുത്തത് ഇരിക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ നോക്കി, അപ്പോൾ ഞാൻ വൈഫിനെ വിളിച്ചു, അഫ്നാനെ വിളിച്ചു. എൻ്റെ വൈഫുണ്ട്, അതേമാതിരി ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവളോട് എടാ മാം ഇങ്ങനെ മെൻറ്ററിങ് കൂടി ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി വിസയ്ക്കും കാര്യങ്ങൾക്കൊക്കെ നല്ല എക്സ്പെൻസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ IG ഏതായാലും എനിക്ക് എടുക്കണം, അതിൻ്റെ കൂടെ ഇപ്പം മെൻറ്ററിങ്ങും കൂടി രണ്ടും കൂടി നടക്കുകയല്ല, എന്താ ഇപ്പം ചെയ്യുക. നീ പറഞ്ഞ ജോയിൻ ചെയ്യും, നോ വറി, അത് മെൻറ്ററിങ് തൽക്കാലം ജോയിൻ ചെയ്യുന്നിട്ട് മാമിനോട് ചോദിച്ച് നോക്ക് എന്താ ചെയ്യേണ്ടത്, അതിനനുസരിച്ച് എന്ത് ചെയ്യാം നമുക്ക് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏതായാലും IG അവിടെ നിൽക്കട്ടെ, ഫസ്റ്റ് മെൻറ്ററിങ് ആണല്ലോ വരുന്നത്. അങ്ങനെ ഞാൻ മെൻറ്ററിങ്ങിലേക്ക് ജോയിൻ ചെയ്യാണ് ഫസ്റ്റ്. ഇതൊക്കെ നാട്ടിൽ നിന്നാട്ടോ, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന നാട്ടിൽ നിന്നാണ്, ഞാൻ തിരിച്ച് സൗദിയിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ അതായിരുന്നു പിന്നെ എൻ്റെ ടേണിങ് പോയിന്റ്. അങ്ങനെ ആ സമയത്ത് മാം പറഞ്ഞ മാതിരി നീ ജോയിൻ ചെയ്യേണ്ട, നിനക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നൊരു 200 വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് ഒരു രക്ഷയില്ല മാം, കാരണം എനിക്ക് ഇനിയും കുറേ പോളിഷ് ചെയ്യാനുണ്ട്, എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട്, എനിക്ക് ജോയിൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എൻ്റെ വാശിപ്പുറത്താണ് മാം എന്നെ എന്ത് ചെയ്യുന്നത്, മെൻറ്ററിങ്ങിലേക്ക് ഇടുന്നത്. അത് വേറൊരു അത് മാമിൻ്റെ ക്വാളിറ്റി കുറേ പറഞ്ഞല്ലോ. ശരിക്കും മാമിന് എന്നെ കാരണം എന്നെ ഓൾറെഡി ആ മെൻറ്ററിങ്ങിലേക്ക് എടുക്കായിരുന്നു, അതിനൊരു ബുദ്ധിമുട്ടുമില്ല, കാരണം ഞാൻ പേയ്മെൻറ്റ് ചെയ്യുമല്ലോ. പക്ഷേ മാം എന്നോട് അത് വേണ്ടെന്നാണ് പറഞ്ഞത്. കാരണം എനിക്കതിൻ്റെ ആവശ്യമല്ല, നീ മെൻറ്ററിങ് എടുക്കണ്ട, നിനക്ക് അല്ലാതെ തന്നെ കിട്ടും, നിനക്ക് ഞാൻ എല്ലാ സപ്പോർട്ടും ഞാൻ ഇപ്പോഴേ ഓഫർ ചെയ്യുന്നുണ്ട്, നീ മെൻറ്ററിങ് എടുക്കൊന്നും വേണ്ടാന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഒരു രക്ഷയില്ല മാം എനിക്ക്, കാരണം ഓൾറെഡി മാം നല്ല തിരക്കില്ല. ആ സമയത്ത് മാമിൻ്റെ ഗ്രാഫ് ഇങ്ങനെ എക്സ്പോണൻഷ്യലി പോവുക, മാം ഇങ്ങനെ ഓരോ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് ഒരാൾ സമയത്തിനാണ് വാല്യൂ മാം, ഒരാളെ സമയത്തിനാണ് വാല്യൂ, ക്യാഷിനല്ല. അപ്പം ഞാൻ ആ സമയം മാമിൻ്റെ അടുത്തുനിന്ന് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന് ജോയിൻ ചെയ്തേ പറ്റൂ എന്നുള്ള എൻ്റെ മൈൻഡ് ഇങ്ങനെ പറയുന്നത്, മെൻറ്ററിങ് ജോയിൻ ചെയ്യുക അതായിരിക്കും നന്നാവുക എന്ന് എൻ്റെ മൈൻഡ് കൊണ്ട് പറഞ്ഞു. ഓക്കെ ഫൈൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മൾ ഉള്ളുന്നൊരു വിളി വരിക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മെൻറ്ററിങ് ജോയിൻ ചെയ്തു. അങ്ങനെ
ആ സമയത്ത് മാം അവിടുന്ന് ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ തരികയാണ്. ഞങ്ങൾ 3-4 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. മാമിൻ്റെ മെൻറ്ററിങ്ങിലൂടെ ഞാൻ എൻ്റെ സ്കിൽസും കാര്യങ്ങളൊക്കെ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആൾട്ടർ ചെയ്തു, പോളിഷ് ചെയ്തു. എൻ്റെ കയ്യിലുള്ള സ്കിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ടീച്ചിങ് മേഖലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഞാൻ പോളിഷ്ഡ് ആക്കി. ആ സമയത്താണ് ഞാൻ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത്. മാം പിന്നെ ഓരോ ഫ്രൈഡേയിലും നടക്കുന്ന മീറ്റിങ്ങിൽ ഇതുവരെ മാമിൻ്റെ എൻ്റെ ഓർമ്മയിൽ ഒരു മീറ്റിംഗ് പോലും ഞാൻ സ്കിപ്പാക്കിയിട്ടില്ല. ഒരു മീറ്റിംഗ് പോലും കഴിഞ്ഞ 1 ഇയർ ആയിട്ട് ഒരു മീറ്റിംഗ് പോലും എൻ്റെ ഓർമ്മയിലില്ല സ്കിപ്പാക്കിയതായിട്ട്. കാരണം ഓരോ മീറ്റിങ്ങിലും എന്നും ചിലപ്പോൾ പല കാര്യങ്ങളും ഞാൻ കേട്ടതായിരിക്കും, എന്നാൽ എന്തെങ്കിലുമൊക്കെ പുതിയത് ഏതെങ്കിലും മീറ്റിങ്ങിൽ എനിക്ക് കിട്ടാനുണ്ടാവും. അപ്പോൾ ആ ഒരു പോയിന്റിന് വേണ്ടി ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെ ആ സമയത്ത് ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിനെ കുറിച്ച് ഞാൻ കൂടുതൽ അറിയാൻ അങ്ങനെ മാം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഷാൻഷാ നീ ഒരു കാര്യം ചെയ്യ്, മാം ഷാനു എന്നാട്ടോ വിളിക്കുക. അപ്പോൾ ഷാനു നീ ഒരു കാര്യം ചെയ്യ്, നീ നേരെ IG ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യുക, അത് എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയ്യട പെട്ട്, ഇനിയിപ്പം എനിക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാനാണ് ക്യാഷിൻ്റെ കാരണം വിസയ്ക്കൊക്കെ നല്ല എമൗണ്ട് എക്സ്പെൻസ് ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം ഇത് രണ്ടാമതും ഇതേമാതിരി മാമിനോട് പറഞ്ഞു, നീ ക്യാഷിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് നീ കൺസേൺ ആവണ്ട, നീ ജോയിൻ ചെയ്യും, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു. കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ, അപ്പോൾ അതൊക്കെ പിന്നെ പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ നേരെ IG ട്രെയിനിങ് ജോയിൻ ചെയ്യാണ്. അങ്ങനെ IG ട്രെയിനിങ് ജോയിൻ ചെയ്തിട്ട് തിരിച്ച് ഞാൻ സൗദിയിൽ എത്തിയിട്ടാണ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തിരിച്ച് ഞാൻ മെയ് 21-21 തോന്നുന്നു മാം ബയോളജി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഐ തിങ്ക് സോ. അങ്ങനെ ഞാൻ തിരിച്ച് സൗദിയിലെത്തിയിട്ട് IG ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഞങ്ങൾ ഏകദേശം 10-12 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അല്ല അടിപൊളിയായിരുന്നു ആ ഒരു എൻവയോൺമെൻറ്റ്. ഞങ്ങൾ സ്കൂൾ സമയത്ത് ഞങ്ങൾ സ്പെൻഡ് ചെയ്ത പോലെ ഞങ്ങൾ റൂമിൽ കുത്തിരുന്നിട്ട് 2 മണിക്കൂർ ഓഫർ ചെയ്ത ക്ലാസ് എങ്ങനെ പോയാലും 3 മണിക്കൂർ ആവാതെ അവസാനിക്കില്ല. എങ്ങനെ പോയാലും 2 മണിക്കൂർ ക്ലാസ്, 2 ഹവേഴ്സിൻ്റെ ക്ലാസ് ആയിരുന്നു അത്. ഞങ്ങൾ 3 മണിക്കൂറെങ്കിലും എത്തിക്കും, സംസാരിച്ച് കളിച്ച് ചിരിച്ച് ആക്ടിവിറ്റീസ് വെക്കുന്നത്. അതിൽ വേറൊരു സ്പെഷ്യൽ താങ്ക്സ് ടു മുനിറ മാം മാം ആ സമയത്താണ് ഞാൻ ഞങ്ങളുടെ ബയോളജി ട്രെയിനർ ഷീജു മാമിനെ പരിചയപ്പെടുന്നത്. 12 ദിവസത്തെ പരിചയം ഞാനും ഷീജു മാമും തമ്മിലുള്ളൂ. ഷീജു മാം ഇന്നലെയും ഷിജു മാമിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞു, ഷാൻഷാ എന്തെങ്കിലും ആവശ്യം നിനക്ക് വരുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നീ സ്റ്റക്ക് ആവുകയാണെങ്കിൽ ജസ്റ്റ് മെസ്സേജ് മീ, നീ ഒരു മിസ് കോൾ ഇട്ടാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും ഷിജു മാം. അപ്പം മുനിറ മാമിൻ്റെ പോലെ തന്നെ എനിക്ക് കിട്ടിയ ഒരു ജം സ്റ്റോണാണ് ഷീജു മാം. മുനിറ മാമായിട്ട് ഞാൻ 1 ഇയറിൽ എനിക്ക് പരിചയമുണ്ട്. അതേപോലെ എനിക്ക് വെറും 12 ദിവസം കൊണ്ട് എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തൊരു വ്യക്തിയാണ് ഷീജു മാം. ഇന്നലെയും മെസ്സേജ് ആയിട്ടിട്ടു മുനിറ മാം, ഇന്നലെയും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷിജു മാം ഭയങ്കര ഹാപ്പിയാണ് കാര്യങ്ങളിലൊക്കെ. ഞാൻ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് മാം. അപ്പോൾ അത് വേറൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു, കാരണം ഷീജു മാമിൻ്റെ ക്ലാസ്. അപ്പോൾ മാം ആ സമയത്ത് മാം IG ട്രെയിനിങ്ങിന് വേണ്ടി മാം ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ട്രെയിനേഴ്സിൻ്റെ ക്വാളിറ്റി, അത് ക്ലാസ് അല്ലായിരുന്നു, അത് ട്രെയിനിങ് ആയിരുന്നു, വർക്ക്ഷോപ്പായിരുന്നു. കാരണം ആ വർക്ക്ഷോപ്പിനെ കൊണ്ട് ആണ് IG എന്താണെന്നും അമേരിക്കൻ സ്കൂൾസ് എന്താണെന്നും എന്താണ് കാംബ്രിഡ്ജ്, എന്താണ് എഡെക്സൽ കരിക്കുലം എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നതും. ആ മൊമെൻറ്റിൽ എൻ്റെ ടാർഗറ്റ് ഐ ഷിഫ്റ്റഡ് ഇറ്റ് ഫ്രം CBSE ടു ബ്രിട്ടീഷ് കരിക്കുലം. ആ ഒരു മൊമെൻറ്റിൽ ഞാൻ എന്ത് ചെയ്ത്, അപ്പോൾ എനിക്ക് മനസ്സിലായി IG അത്ര ബാലികേറാമലയല്ല, നമുക്കും എത്തിപ്പെടാൻ പറ്റുന്നൊരു സംഭവമാണ്. A levels ആൾസോ അതും നമുക്ക് പറ്റും, നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയാൽ പറ്റും. അങ്ങനെ ആ മൊമെൻറ്റിൽ ഞാൻ എൻ്റെ ടാർഗറ്റ്, എൻ്റെ ഗോൾ ഞാൻ മാറ്റി. ഞാൻ നേരെ CBSE എന്ത് ചെയ്ത്, ഞാൻ ബ്രിട്ടീഷ് അമേരിക്കൻ കരിക്കുലം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ആ മൊമെൻറ്റിൽ. അതിന് കുഡോസ് ടു ഷിജു മാം ആൻഡ് മുനിറ മാം. കാരണം നമ്മൾ എടുത്തതൊന്നും വെറുതെ ആവുന്നില്ല. അപ്പം മുനിറ മാം എന്നോട് പറഞ്ഞു, നിനക്കത് യൂസ്ഫുൾ ആവും. യെസ്, എനിക്കത് യൂസ്ഫുൾ ആവാൻ പോവുകയാണ്. ഐ ആം നിയറിങ് ടു മൈ ടാർഗറ്റ്. ഞാൻ എൻ്റെ ടാർഗറ്റിലേക്ക് എത്താൻ നിൽക്കുകയാണ് ആ സമയത്ത്. അങ്ങനെ ഞാൻ എൻ്റെ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂൾസിൻ്റെ ടാർഗറ്റാക്കി. ഞാൻ അതിന് വേണ്ടി ഡ്രസ്സും കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് പോരുന്നുണ്ട് കേട്ടോ. ഇവിടേക്ക് വരാനുള്ള ഡ്രസ്സ് കാര്യങ്ങൾ, അറ്റേഴ്സ്, പെർഫ്യൂംസ്, എല്ലാ കാര്യങ്ങളും, ഈവൻ വാച്ച്, എല്ലാ സംഭവങ്ങളും നാട്ടിൽ നിന്ന് ഞാൻ, കാരണം ഇവിടെ എത്തിയിട്ട് എനിക്കറിയാലോ ഇവിടുത്തെ ഏതൊക്കെയാണ് കാര്യങ്ങൾ, ഷോപ്പുകൾ, അതൊന്നും എനിക്ക് ഒരു പരിചയമില്ലല്ലോ. അപ്പോൾ നാട്ടിൽ നിന്നേ ഞാൻ എന്ത് ചെയ്ത് ആ ഹറിബറിയൊക്കെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്തിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഏകദേശം സൗദിയിലേക്ക് ഞാൻ തിരിച്ചെത്തുകയാണ്. ഏകദേശം 10-ാം തീയതി 11-ാം തീയതി ആയിട്ട്, മെയ് മാസം 2025, 3-4 മാസങ്ങൾക്ക് മുമ്പേ ഞാനിവിടെ എത്തുകയാണ്. അങ്ങനെ ഞാൻ സൗദി അറേബ്യയിലെത്തുന്നു വിത്ത് വർക്ക് വിസ. ഇവിടെ എത്തുമ്പോൾ ഏകദേശം അക്കാദമിക് ഇയറിൻ്റെ എൻഡിങ് ആണ്. മെയ് ജൂൺ എന്ന് പറഞ്ഞാൽ
അങ്ങനെ എൻ്റെ ഇക്കാമ അപ്പോൾ ആ സമയത്ത് കുറച്ചും കൂടി സ്കൂളിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത്. പക്ഷേ ലാസ്റ്റ് അക്കാദമിക്കിൻ്റെ ലാസ്റ്റ് ആണല്ലോ, ഏതെങ്കിലുമൊക്കെ വാക്കൻസി ഉണ്ടാവും, പുതിയ ഹയറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. പക്ഷേ എൻ്റെ ഇക്കാമ ഏകദേശം 1.5 മാസം ലേറ്റ് ആവുന്നു. ഞാൻ ഇവിടെ എത്തിയിട്ട് എൻ്റെ ഇക്കാമ കിട്ടാൻ പിന്നെ 1.5 മാസം ലേറ്റ് ആവുന്നു. അപ്പോഴേക്കും സ്കൂൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ ചിലത് അങ്ങനെയാണ്, നമ്മൾ വിചാരിച്ച പോലെ നടക്കുകയല്ല. പക്ഷെ വിചാരിച്ച പോലെ നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ സമയം ഞാൻ പിന്നെയും എന്ത് ചെയ്ത്, ഓക്കെ പേഴ്സണലി നമുക്ക് ഡെവലപ്പ് ചെയ്യാം, പ്രൊഫഷണലി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വെച്ചാൽ ആ സമയമൊക്കെ കുത്തിയിരുന്ന് ഞാൻ ഈ കാര്യങ്ങളും ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളും ഒക്കെ പഠിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെ ഇക്കാമ ഏകദേശം 1.5 മാസം കഴിഞ്ഞിട്ട് കിട്ടി. ഇക്കാമ കിട്ടി ഓൺ ദ മൊമെൻറ്റിൽ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി. അതിന് മുമ്പേ മെയിൽ അയക്കുന്നുണ്ട്, ഇക്കാമുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇക്കാമ കിട്ടിയ മൊമെൻറ്റിൽ ഇക്കാമ വെച്ച് അറ്റാച്ച് ചെയ്ത് ഞാൻ മെയിൽ അയക്കാൻ തുടങ്ങി. സോ ആ മൊമെൻറ്റ് മുതൽ, കാരണം ഓൾറെഡി ഞാൻ എൻ്റെ CV, എൻ്റെ കവർ ലെറ്റർ, എൻ്റെ സകല കാര്യങ്ങളും ഞാൻ പ്രിപ്പയർ ചെയ്ത് ഈ ലിങ്ക്ഡിൻ അതൊക്കെ ഞാൻ കറക്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചതുകൊണ്ട് ഓൺ ദി മൊമെൻറ്റ് ഐ റിസീവ്ഡ് മൈ ഇക്കാമ, ഞാൻ ആ മൊമെൻറ്റ് മുതൽ ഇത് അറ്റാച്ച് ചെയ്ത് അയക്കാൻ തുടങ്ങി. ആൻഡ് സ്റ്റാർട്ട് റിസീവിങ് കോൾസ് ഫ്രം ദി സ്കൂൾസിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി മാം, എനിക്ക് കോൾസ് വരാൻ തുടങ്ങി ആ മൊമെൻറ്റിൽ. അങ്ങനെ ആദ്യത്തെ 3 സ്കൂൾസിൽ നിന്ന് വിളിക്കുകയാണ്. ഞാൻ ആ പേര് മെൻഷൻ ചെയ്യുന്നില്ല. 3 സ്കൂൾസിൽ നിന്ന്, ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂൾസ്, ഈവൻ CBSE സ്കൂൾസിൽ നിന്ന് തന്നെ വിളിച്ചു. അങ്ങനെ ഫസ്റ്റ് എനിക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പേ 3 സ്കൂൾസിൽ നിന്ന് കോൾ വരികയാണ്. അതിൽ 2 സ്കൂൾസ്, ഒന്ന് ജിദ്ദ, ഒന്ന് അബഹ റീജിയൻ, 3 റിയാദ് തന്നെ, ഇവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. അങ്ങനെ 3 സ്കൂളിൽ നിന്നും എനിക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. ഞാൻ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ട്. കാരണം ഞാൻ അതിലേക്ക് എൻ്റെ ഇത് വെറുതെ വന്ന കോളുകളല്ല, കാരണം അതിലേക്ക് വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, കോൾസ് വരാൻ തുടങ്ങി. അപ്പം ഈവൻ മൈ CV, കവർ ലെറ്റർ എല്ലാം അതിലേക്ക് പോളിഷ് ആയതുകൊണ്ട് കോൾസ് വരാൻ തുടങ്ങി. അങ്ങനെ 3 സ്കൂൾസിൽ നിന്ന് കോൾ വന്നു. 3 സ്കൂൾസിൽ നിന്നും കോൾ വന്നു. 2 സ്കൂൾസിൽ നിന്ന് പിന്നെ റെസ്പോൺസ് ഇല്ല, കാരണം നേരെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആ സമയത്ത്. അപ്പോൾ ഞാൻ വളരെ കോൾ വന്നു തുടങ്ങി. അൽഹംദുലില്ലാ ഏതെങ്കിലുമൊക്കെ സ്കൂളിൽ നിന്ന് എന്നെ വിളിക്കും. ഞാൻ ഈ വെക്കേഷന് മുമ്പേ ഞാൻ പ്ലേസ്ഡ് ആകുമെന്ന് വിചാരിച്ചു കൊടുത്തുനിന്ന് 3 സ്കൂൾസിൽ നിന്ന് തന്നെ, 2 സ്കൂൾസിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, വിളിക്കുന്നില്ല, റെസ്പോൺസ് ഇല്ല. ഞാൻ മെസ്സേജ് അയച്ചു, ഞങ്ങൾ വിളിക്കാം. ഒരു ഗ്രൂപ്പൊക്കെ ഇപ്പോഴും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ സ്കൂളിൽ, ആ സ്കൂളിലാണ് ഇപ്പം നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു ടീച്ചർ പ്ലേസ്ഡ് ആയിരിക്കുന്നത്, ഒരു ഫീമെയിൽ ടീച്ചർ. അങ്ങനെ ഞാൻ മാമിനെ വിളിക്കുന്നു, നീ ടെൻഷൻ ആവല്ലേ, നീ ഇഷ്ടം പോലെ വാക്കൻസീസ് വരും. കാരണം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു സ്റ്റേജിൽ നമ്മൾ മെൻ്റലി ഡൗൺ ആവും. പക്ഷെ ഡൗൺ ആകുമ്പോൾ നമുക്ക് എൻ്റെ കൈ പിടിച്ച് എൻ്റെ ഫാദർ, എൻ്റെ വൈഫ്, എൻ്റെ മുനീറ മാം, ഷീജു മാം, ഇവരൊക്കെ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് വെറുതെ ഇരുന്ന് എന്നുള്ളൊരു ഫീലിംഗ് ആ സമയത്ത് വന്നിട്ടില്ല. അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, എന്താ പറയുക, നമുക്കൊന്നും ഈ മെൻ്റൽ പ്രഷറൊന്നും ഇല്ല. ഉണ്ട്, എനിക്കും ഉണ്ടായിരുന്നു ആ സമയത്ത് മെൻ്റൽ ഡൗൺ. നമുക്കും ടെൻഷൻസ് ഉണ്ടായിരുന്നു, നമുക്കും കൺസേൺസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നോർമലാണ്, ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആയിട്ട് കൂടെ ഉണ്ടായിരുന്നു മുനീറ. ഞാൻ വിളിക്കും, മാം ഇങ്ങനെ ഉണ്ട്, അപ്പോൾ നീ ടെൻഷൻ ആവണ്ട. പിന്നെ എല്ലാ ഫ്രൈഡേ മീറ്റിങ്ങും ഞാൻ ആയിരിക്കും. അപ്പോൾ പിന്നെ ഒരാഴ്ചയും കൂടി ഓടാനുള്ള ഒരു എനർജി, ഒരു ഫ്യൂൽ മാം പമ്പ് ചെയ്ത് തരും. അങ്ങനെയായിരുന്നു പോവുക. പിന്നെ ഇമ്മൻ സപ്പോർട്ട് ഫ്രോം മൈ ഫാദർ, മൈ വൈഫ്, മൈ പാരൻസ്, ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ എൻ്റെ ഞാൻ എളാപ്പയുടെ കൂടെയാണ് നിൽക്കുന്നത്. പുള്ളിക്കാരൻ എൻ്റെ അടുത്തുനിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. നീ ടെൻഷൻ ആവേണ്ട, നീ കണ്ടിന്യൂ ചെയ്യും, നീ നോക്ക്, നിനക്ക് കിട്ടും, നിൻ്റെ ഗോളിന് മാത്രം എയിം ചെയ്ത് പോകുന്നുള്ള സപ്പോർട്ടൊക്കെ ഇവരുടെ അടുത്തുനിന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു CBSE സ്കൂളിൽ നിന്ന് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഫസ്റ്റ് CBSE എങ്ങനെയെങ്കിലും ഇവിടെ കയറാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് CBSE ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു. അവർ ഇൻ്റർവ്യൂ ചെയ്തു. ഏകദേശം 1 മണിക്കൂറോളം നീണ്ടൊരു ഇൻ്റർവ്യൂ. അവിടുന്ന് തന്നെ സ്പോട്ട് ഡെമോ എടുപ്പിച്ചു. പക്ഷെ അത് ഞാൻ വെൽ പെർഫോം ചെയ്തു. കാരണം ഓൾറെഡി IG ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ഓൾറെഡി IG ട്രെയിനിങ് 5 ഡെമോ സെഷൻസുമേ നടത്തിയിരുന്നു. സോ ആര് വിളിച്ച് ഡെമോ എടുപ്പിച്ചാലും എൻ്റെ കയ്യിൽ ഓൾറെഡി ആ PPT കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് സ്പോട്ട് ഡെമോ വാസ് നോട്ട് എ കൺസേൺ, അതൊരു കൺസേൺ അല്ലായിരുന്നു. ഇപ്പോൾ ഡെമോ ഇപ്പോൾ ഡെമോ എടുക്കുന്നതിൽ 5 ടോപ്പിക്ക് 6 ടോപ്പിക്ക് കയ്യിലുണ്ട്, ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു. കാരണം നമ്മൾ IG ട്രെയിനിങ് കഴിഞ്ഞ് വന്ന സമയത്തായതുകൊണ്ട്. അങ്ങനെ അവർ ഇൻ്റർവ്യൂ സെലക്റ്റായി. ഞാൻ മാമിന് മെസ്സേജ് സെൻഡ് ചെയ്തു, മാം എനിക്കിങ്ങനെ മെയിൽ വന്നിട്ടുണ്ട്, ഇന്ന CBSE സ്കൂൾ സെലക്ട് ആയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ മാം ഓക്കെ കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് അവർ സ്കൂൾ തുറക്കുമ്പോൾ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു കൊടുത്തുനിന്ന് രണ്ടാമത് മെയിൽ വരികയാണ്, ഞങ്ങൾ ഈ വർഷം സ്കൂൾ തുറക്കുന്നില്ല, സ്കൂളിൻ്റെ ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കാനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഈ വർഷം പെട്ട്. അപ്പം സ്കൂൾ തുറക്കാനായി, ഐ മീൻ ജൂലൈ ഓഗസ്റ്റ് ഇവിടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഞാൻ പിന്നെയും നമ്മൾ ഷോക്കാവുകയാണ്. എന്താ ഓക്കെ, അതായത് നമ്മളെ പ്രതീക്ഷകൾ പോയി കിട്ടാത്ത പോലെ ഒരു ഫീലിംഗ് വരുവാണല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ മാമിനെ വിളിച്ചു, മാം ഇങ്ങനെയുണ്ട്. അപ്പം നീ ടെൻഷനാവണ്ട, അത് ഒരു സ്കൂളല്ലേ, CBSE അല്ലേ, നീ ട്രൈ ചെയ്യും, ഇനിയിപ്പോൾ വരും വേക്കൻസി, നീ കണ്ടോ എന്ന് പറഞ്ഞു.
അപ്പം ഓക്കെ, ഫൈൻ, അങ്ങനെയാണല്ലോ നമ്മൾ ട്രൈ ചെയ്യാന്നുള്ളതാണല്ലോ, നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് വരും. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ജൂലൈ ഫേസിലേക്ക് സ്കൂൾ ഏകദേശം ഓപ്പണായി തുടങ്ങുകയാണ്. മാമിനോട് വിളിച്ചു, മാം എപ്പോഴാണ് സ്കൂൾ ഓപ്പൺ ആവുക? മാം പറഞ്ഞു, നീ ഒരു 18-ാം തീയതി ഒക്കെ കണക്കാക്കിയിട്ട് ഇറങ്ങിക്കോ, ജൂലൈ 18-ാം തീയതി ഐ തിങ്ക് സോ, കണക്കാക്കി ഇറങ്ങിക്കോ, സ്റ്റാഫ്സുകളൊക്കെ എത്തിയിട്ടുണ്ടാവും, ഹെസിറ്റേറ്റ് ചെയ്ത് നിൽക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ 18 ഞാനൊരു 5 ദിവസം മുമ്പേയും കൂടി ഇറങ്ങി. മാമിനോട് ചോദിച്ചു, ഒരു 5 ദിവസം മുമ്പേ ഇറങ്ങിയാൽ കുഴപ്പമുണ്ടോ ചോദിച്ച്. ഒരു കുഴപ്പമില്ല, നീ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴേക്കും ഞങ്ങൾ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടോ, ഞങ്ങൾ മെൻറ്റർഷിപ്പ് എടുത്ത ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, സൂപ്പർ ടീച്ചേഴ്സ്, അത് ഞാൻ അതിലേക്ക് വരാം. അതൊരു വേറെ സംഭവമായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് അത് ഞാൻ പറയാം. അങ്ങനെ ഞാൻ ഏകദേശം ഒരു മിഡ് ആകുമ്പോഴത്തിന് ജൂലൈ മിഡ് ആകുമ്പോഴത്തിന് ഞാൻ എൻ്റെ ജോബ് ഹണ്ടിങ്ങിലേക്ക്, സീരിയസ് ഹണ്ടിങ്ങിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ജോബ് ഹണ്ട് എന്നാ ഗ്രൂപ്പിൽ പറയാറ് കേട്ടോ. അതങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ശരിക്കും വേട്ടയാടി പിടിക്കുന്ന പോലെയായിരുന്നു ആ സമയം. ഞാൻ ഫുൾ അറ്റയറിൽ, ഫുൾ ഡ്രസ്സിൽ, വെൽ പ്രൊഫഷണലി ഡ്രസ്സ്ഡ് ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ സ്കൂളിലേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ ആ സമയത്ത് ഞാൻ ഡെയിലി സ്കൂളിൽ പോവും, ഡാറ്റ എടുത്ത് വെക്കും, രാത്രി ഒന്ന് മെയിൽ അയക്കും. ഞങ്ങൾ സൂപ്പർ ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പിൽ കയറുന്നു. ഞങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡെമോ ക്ലാസ്സുകൾ നടത്തുന്നത്, ഞങ്ങൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ നടത്തുന്നത്, ഞങ്ങൾ മോക്ക് ഇൻ്റർവ്യൂ നടത്തും. അങ്ങനെ ഫുൾ പാക്ക്ഡ് ആയിരുന്നു ആ സമയം. ഒരു സെക്കൻഡ് പോലും റെസ്റ്റ് ഇല്ലാത്ത സമയമായിരുന്നു. അങ്ങനെ ഞാൻ നേരെ ഏകദേശം ജൂലൈ മിഡ് മുതൽ 8-9 ദിവസം കൊണ്ട് ഞാൻ ഏകദേശം 56 സ്കൂൾസിൽ മാം ഞാൻ കവർ ചെയ്തു. 56 ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂൾസിൽ ഞാൻ കവർ ചെയ്തു. പറയട്ടെ, 56 സ്കൂൾസ് ഒന്നും അല്ല ഉള്ളത്, ഇഷ്ടം പോലെ സ്കൂൾസ് ഉണ്ടായിരുന്നു. ഞാൻ തിരയുമ്പം പിന്നെ കൺഫ്യൂഷൻ ആവും, എവിടെ പോകണം അവിടെ പോകണം. പക്ഷെ ഞാൻ ഒരു വെൽ പ്ലാനിങ് ഉണ്ടാക്കി, ഒരു ദിവസം ഒരു ഏരിയ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യും, ആ ഏരിയയിലുള്ള സ്കൂൾസ് കവർ ചെയ്യും. അന്ന് അത് കവർ ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടാമതും ആ ഏരിയയിലേക്ക് തന്നെ പോകും, ഗൂഗിൾ മാപ്പ് ഇടും, ആ സ്കൂൾസ് കവർ ചെയ്യും. അങ്ങനെ ഒരു ദിവസം 8-9 സ്കൂൾസ് വരെ കവർ ചെയ്ത ദിവസങ്ങളുണ്ട്. 9 സ്കൂളിൽ പോകുന്നു, ബയോഡാറ്റ കൊടുക്കുന്നു. ചിലത് പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും, ചിലത് നെഗറ്റീവ് റെസ്പോൺസ് ആയിരിക്കും. അങ്ങനെ 56 സ്കൂൾസ് മാം ഞാൻ എന്ത് ചെയ്യാം, മാമിനറിയാം, ഞാൻ മാമിനോട് പറയേണ്ട ആവശ്യമില്ല, ഇത് കേൾക്കുന്നവർക്കാണ്. അങ്ങനെ 56 സ്കൂൾസ് ഞാൻ കവർ ചെയ്തു. ഓൾ വർ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂൾസ്. ഏകദേശം 800 കിലോമീറ്ററോളം ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് ആ 10 ദിവസം കൊണ്ട് മാത്രം. നിയർ ബൈ സ്കൂൾസിലല്ല ഞാൻ പോയത്. ഞാൻ ഇവിടുന്ന് 50-55 കിലോമീറ്റർ ഡിഫറൻസ് ഉള്ള സ്കൂളിൽ വരെ. കാരണം എനിക്ക് മെയിൽ ടീച്ചേഴ്സിന് കമ്പാരിറ്റീവ്ലി കുറച്ച് ടഫാണ്. പക്ഷേ ടഫ് മീൻസ് കിട്ടൂല എന്നല്ല, കിട്ടും, സുഖമായിട്ട് കിട്ടും. നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യണം, നമ്മൾ എഫേർട്ട് ഇട്ട് കൊടുത്താൽ മതി, സുഖമായിട്ട് കിട്ടും. നമുക്ക് കിട്ടിയ കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ്. കാരണം നമുക്ക് വിസ കാര്യങ്ങളൊക്കെ അവർ സ്പോൺസർ ചെയ്യും, ലേഡി ടീച്ചേഴ്സിനെ പോലെയല്ല. അപ്പോൾ കമ്പാരിറ്റീവ്ലി എന്താണ്, നമ്മൾ കുറച്ചും കൂടി എഫേർട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇടണം. അപ്പോൾ ആ ഒരു ഇൻഫോർമേഷൻ മാം എനിക്ക് പാസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് അടുത്തുള്ള സ്കൂൾ മാത്രം കവർ ചെയ്താൽ പോരാ. കാരണം ഇവിടെ ഒക്കെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ്. കുറച്ച് ഡിസ്റ്റൻസ് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്നെ ഹയർ ചെയ്യാനുള്ള ചാൻസസ് എന്താണ്, കൂടുതലാണെന്നുള്ളത് എൻ്റെ മൈൻഡിൽ തോന്നി. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ എന്ത് ചെയ്തു, ഒരു 50-55 കിലോമീറ്റർ ഡിഫറൻസ് ഉള്ള സ്കൂളിലേക്ക് വരെ ഞാൻ ഇവിടുന്ന് കാറെടുത്ത് പോവാണ്. എന്നിട്ട് ബയോഡാറ്റ കൊടുക്കുന്നു. അങ്ങനെ ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാണ്, കയറുന്ന സ്കൂൾസിൽ നിന്ന് എന്നെ അവർ വിളിക്കുന്നു. ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. എന്നെ വിളിക്കുന്നു, എന്നെ ഇരുത്തുന്നു, വേക്കൻസി ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറയുന്നു. ചില സ്കൂൾസ് എനിക്ക് സ്പോട്ട് ഡെമോ ഓഫർ ചെയ്യണം. എനിക്ക് ഇതുവരെ കിട്ടിയ, ഞാൻ പോയ എല്ലാ സ്കൂളും എന്താണ്, സ്പോട്ട് ഡെമോ ആണ് എനിക്ക് ഓഫർ ചെയ്തത്. ആരും പ്രീ പ്ലാൻഡ് ഡെമോ എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. അപ്പോൾ അവസാനം ഹയർ ചെയ്ത സ്കൂൾ പോലും എനിക്ക് സ്പോട്ട് ഡെമോ ആണ് തന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവർ സ്പോട്ട് ഡെമോ തന്നു എന്നുള്ളത് ഞാൻ ലാസ്റ്റിൽ പറയാം. അങ്ങനെ ഏകദേശം 6 സ്കൂളോളം ഞാൻ സ്പോട്ട് ഡെമോ കൊടുത്തു. കാരണം അപ്പം സ്പോട്ട് ഡെമോ കൊടുക്കാനുള്ള ഡാറ്റ ആയിട്ടാട്ടോ ഞാൻ പോകുന്നത്, എല്ലാം പാക്ക്ഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ വിളിക്കുക പെൻഡ്രൈവ്, ലാപ്ടോപ്പ്, സകല സംഭവങ്ങളും ഞാൻ പ്ലാൻഡ് ആയിട്ട്, ഈവൻ വർക്ക്ഷീറ്റ്, ലെസൺ പ്ലാൻ, ഇതൊക്കെ പ്രിൻ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം ആ ഒരു കാരണം കൊണ്ട് എന്ത് ചെയ്യരുത്, പോവരുത്. അപ്പോൾ ഒരു 5 ഡെമോ എൻ്റെ കയ്യിലുണ്ടാവും. ഒരു 3 ഡെമോൻ്റെ വർക്ക്ഷീറ്റിൽ അസംബിൾ ഞാൻ എൻ്റെ ബാഗിൽ എടുത്ത് വെക്കും. 2 ബാഗ് ഉണ്ടാവും, ഒന്ന് കാറിലും വെക്കും, ഒന്ന് കയ്യിലും വെക്കും. എന്നിട്ട് അതെടുത്ത് ചെല്ലും. അവരിഞ്ഞ് ലെസൺ പ്ലാൻ കാണിക്കാൻ പറഞ്ഞാൽ കാറിൽ പോയി ലെസൺ പ്ലാൻ എടുത്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ള അങ്ങനെ ഒരു വിഷൻ, ഒരു പ്ലാനിങ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ യൂസ്ഫുള്ളായി. ഇതൊക്കെ എനിക്ക് എവിടുന്ന് കിട്ടിയെന്നായിരിക്കും കേട്ടോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അതൊക്കെ മാം പറഞ്ഞു തന്നതാളെ. അത് മനസ്സിലാക്കണം. നീ ഇതൊക്കെ എടുത്ത് വെക്കണം, നീ പെൻഡ്രൈവ് എടുത്ത് വെക്കണം, നീ ലാപ്ടോപ്പ് എടുത്ത് വെക്കണം. ഇതൊക്കെ മാം കൃത്യമായിട്ട് ഡെയിലി എനിക്കിങ്ങനെ മെസ്സേജ് വരും, മാം നീ ഇത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഇൻഫോർമേഷൻ കറക്റ്റ്ലി ഞാൻ ഫോളോ ചെയ്തു. അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല. മാം പറയുന്ന കാര്യങ്ങൾ കറക്റ്റ്ലി ഞാൻ എക്സിക്യൂട്ട് ചെയ്തു. അങ്ങനെ സ്പോട്ട് ഡെമോ കിട്ടിയിട്ട് അവർ വിളിക്കാമെന്ന് പറയുന്നു. അവരാരും വിളിക്കുന്നൊന്നുമില്ല.
അപ്പം ഞാൻ മാമിനോട് പറഞ്ഞു, മാം വേറെ വിളിക്കുന്നില്ലല്ലോ, നീ വെയിറ്റ് ചെയ്യടാ, നീ നിന്നെ വിളിക്കും, ഏ നിനക്ക് സ്പോട്ട് ഡെമോ കിട്ടുന്നുണ്ടല്ലോ, നീ വെയിറ്റ് ചെയ്, നിന്നെ വിളിക്കും എന്ന് പറഞ്ഞ്. അങ്ങനെ ഏകദേശം ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റിലേക്കാവുമ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ നിന്ന് തന്നെ വിളിക്കുകയാണ്. അവർ നേരത്തെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ IG കരിക്കുലാണ്. അവരെന്നെ വിളിക്കുകയാണ്, ഷാൻഷ, നിനക്ക് ഇവിടെ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റും, നാളെ തന്നെ വരണം, നാളേക്ക് നീ ഒരു ഡെമോയും കൂടി പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. പ്ലാൻഡ് ഡെമോ ആയിരുന്നു, അങ്ങനെ പ്രിപ്പയർഡ് ഡെമോ ആയിരുന്നു. ഞാൻ ആസ് യൂഷ്വൽ അന്ന് ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോൾ അന്ന് രാത്രി മാമിനെ വിളിച്ചു, ഇങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ ഓൾറെഡി കറങ്ങിയതിൻ്റെ ടയർഡ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു, നോക്കിയില്ല. മാം പറഞ്ഞു ഈ 2 ദിവസത്തേക്ക് കൂടി ഉറക്കം ഒഴിവാക്ക്, വേറെ നിവൃത്തിയില്ല. അങ്ങനെ അന്ന് രാത്രി കുത്തിരുന്നിട്ട്, കാരണം അന്ന് ഒരു ഡെമോ കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ എന്ത് ചെയ്യണത്, പിറ്റേന്നേക്ക് അന്ന് PPT ഇവർ തന്ന ടോപ്പിക്കിലെ കാര്യങ്ങളൊക്കെ PPT, ലെസൺ പ്ലാൻ, വർക്ക്ഷീറ്റ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നാളെ രാവിലെ എനിക്ക് 8 മണിക്കാണ് സ്കൂളിലെത്താൻ പറഞ്ഞത്. അപ്പോൾ അത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആ ഒരു ഡെമോയും കൂടി എടുത്താൽ ഓക്കെ, അതിലെ പെർഫോമൻസ് ബേസ്ഡ് ആയിരിക്കും അവരെടുക്കുക. ഓൾറെഡി സ്പോട്ട് ഡെമോ മുമ്പേ കഴിഞ്ഞതാണ്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി അവിടെ പോയി ഞാൻ ആസ് യൂഷ്വൽ ആ ഡെമോയും ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി. ഇൻ ദ സെൻസ് പെർഫോം ചെയ്യാൻ പറ്റി മീൻസ് അവർ എടുക്കാതിരിക്കുന്നതല്ല, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ മാം, ആ ലെവലിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. കാരണം പെർഫോം ചെയ്യാൻ പറ്റി, അതിന് വലിയ താങ്ക്സ് ആണ് IG ട്രെയിനിങ്ങിന്. എങ്ങനെ ഒരു ഡെമോ പ്ലാൻ ചെയ്യണം, എങ്ങനെ ഇൻട്രോ കൊടുക്കണം, എങ്ങനെ കാര്യങ്ങൾ പെർഫോം ചെയ്യണം, എന്തൊക്കെ ഡെമോയിൽ ആഡ് ചെയ്യണം, ഇതൊക്കെ കൃത്യമായിട്ട് മുന്നേ എനിക്ക് ഡാറ്റ ഇൻഫോർമേഷൻ മുനിറ മാമും CG മാമും തന്നതുകൊണ്ട് എനിക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ കറക്റ്റായിട്ട് എന്ത് ചെയ്ത് അവിടെ പറ്റി. അപ്പോൾ അവർ ഹയർ ചെയ്തു, എനിക്ക് സാലറി ഓഫർ ചെയ്തു, ഇന്ന കാര്യങ്ങളാണ്. ഓക്കെ, അൽഹംദുലില്ലാ ഒരു സ്കൂളിൽ കിട്ടി. അപ്പോൾ ഞാൻ ഹാപ്പി, മാം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് നേരെ മാമിനെ വിളിക്കുകയാണ് ഞാൻ. മാം ഹയർ ചെയ്തിട്ടുണ്ട്, കൺഫേം ആയിട്ടുണ്ട്, ഞാൻ എന്താ നീ ജോയിൻ ചെയ്യ്, ഇനിയിപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. ഒരു 3-4 ദിവസം ഞാനിങ്ങനെ പോകും. 3-4 ദിവസം കഴിഞ്ഞപ്പോണ്ട് ഞാൻ മുമ്പേ ഡെമോ എടുത്ത എല്ലാ സ്കൂൾസും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ലേറ്റായിട്ടാണ് സ്കൂൾസ് ഓപ്പൺ ആക്കുന്നത്. ഐ മീൻ ഓഗസ്റ്റ് അല്ലേ, ഓഗസ്റ്റ് ലാസ്റ്റിൽ, ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ഫസ്റ്റിലേക്കൊക്കെയാണ്, സെപ്റ്റംബർ 7-ാം തീയതിയാണ് അവർക്കൊക്കെ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്, ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ അവരൊക്കെ വിളിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇനി സ്കൂൾ, അതാണ് എൻ്റെ അവസാനത്തെ ഫേസ്. അതായത് ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വന്ന ബുദ്ധിമുട്ടല്ല, അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. അപ്പോൾ അതും കൂടി പറഞ്ഞത് ലാസ്റ്റ് ഫേസ് ആണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഡെമോ എടുത്ത എല്ലാ സ്കൂൾസും എന്നെ വിളിച്ചു. അവരെനിക്ക് നല്ല ഓഫർ തന്നു. ഇപ്പം ഓൾറെഡി ഞാനൊരു സ്കൂളിൽ കമ്മിറ്റഡ് ആണ്, എനിക്ക് പോവാം, അത് കാരണം എൻ്റെ ഇക്കാമയാണ്. പക്ഷേ അത് ശരിയല്ലല്ലോ, നമ്മളൊരു സ്ഥലത്ത് കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, തോന്നിയ പോലെ ഇറങ്ങിപ്പോരുന്നത് ശരിയല്ല. ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ടുണ്ട്, നല്ല സ്റ്റാഫ് റൂം അറ്റ്മോസ്ഫിയറാണ്, നല്ല സ്കൂൾ അറ്റ്മോസ്ഫിയറാണ്, നല്ല കാലിബറുള്ള കുട്ടികളാണ്. നമ്മളെ പ്രൊഫഷണലി പുഷ് ചെയ്യും അവർ. അതായത് വെറുതെ പോയിട്ട് ക്ലാസ് എടുത്ത് പോരാന്നൊന്നും വിചാരിച്ചിട്ട് എൻ്റെ ഇപ്പോഴത്തെ സ്കൂളിൽ പോകാൻ പറ്റില്ല. അവർ കുട്ടികൾ നിർത്തി പൊരിക്കും നമ്മളെ. അപ്പം നമ്മൾ നല്ല രീതിയിൽ പ്രൊഫഷണലി ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്, എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇപ്പം അതിനുശേഷം എൻ്റെ സ്കൂൾസ് വിളിക്കുകയാണ്. അപ്പോൾ മാം 1-2 അല്ല, 3-4 സ്കൂൾസില്ല മാം ഐ തിങ്ക് ആ സമയത്ത് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ മാം ഇങ്ങനെ സ്കൂൾസ് വിളിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ ആരും വിളിക്കല്ലേ, കാരണം വിളിച്ചാൽ നമുക്ക് ടെംപ്ടേഷൻ വരും. നല്ല സാലറി അവർ ഓഫർ ചെയ്ത് നമുക്ക് പോകണം എന്നൊക്കെ തോന്നും. കാരണം ഹൈലി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്ഡ് ആയിട്ടുള്ള വലിയ വലിയ സ്കൂൾസ് അവരൊക്കെ ഇപ്പോഴുള്ള സ്കൂൾസും അൽഹംദുലില്ലാ അടിപൊളിയാണ്. പക്ഷേ അറബിക് മാനേജ്മെൻ്റ് ആകുമ്പോൾ കുറച്ചും കൂടിയും പുതിയ സ്കൂൾസാണ്, അപ്പോൾ കുറച്ചും കൂടി വലിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൂൾസ് ഇൻ സൗദി അറേബ്യ. ഇത് എഡ്യൂക്കേഷണലി അച്ചീവ്മെൻറ്റ് പരമായിട്ടൊക്കെ ഭയങ്കര സെറ്റപ്പായിട്ടുള്ള ഏകദേശം 37 വർഷത്തെ ഹിസ്റ്ററിയുള്ള സ്കൂളിലാണ് അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള വിളിച്ച സ്കൂൾസൊക്കെ പറഞ്ഞാൽ അതിലും വലിയ ഇൻഫ്രാസ്ട്രക്ചറും സംഭവങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ മൈൻഡ് എനിക്കാണെങ്കിലോ ഇവിടെ നിന്ന് പോരാനും തോന്നുന്നില്ല. ഞാൻ മാമിനെ വിളിക്കണം, മാം കൺഫ്യൂസ്ഡ്, ഇങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ മാം നീ അങ്ങോട്ട് ചെല്ല്. അപ്പോൾ അതേമാതിരി ഞാൻ വാപ്പാനെയും വിളിക്കും, അഫ്രാനെയും വിളിക്കും, അവരോടൊക്കെ ചോദിക്കും. അങ്ങനെയാണല്ലോ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരികയാണല്ലോ. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ വാപ്പയും പറഞ്ഞു, നീ ഒരു സ്ഥലത്ത് ആദ്യം ജോയിൻ ചെയ്താൽ പിന്നെ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ആസ് മാമും അതന്നെ പറഞ്ഞു, അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യും. സാലറി എന്നുള്ളത് സെക്കൻഡറി ആണ്. അപ്പോൾ ആദ്യം നീ ക്യാഷ് ഫോളോ ചെയ്യല്ലേ, മണി വിൽ ഫോളോ ചെയ്യും, നിന്നെ ക്യാഷ് നിന്നെ ഫോളോ ചെയ്തോളും. അപ്പോൾ നീ ആദ്യം നമ്മൾ പ്രൊഫഷണലി എന്ത് ചെയ്യണം, ഡെവലപ്പ് ആവണം. അതിന് നിനക്ക് അൽഹംദുലില്ലാ ഒരു സ്കൂളാണ് നിനക്ക് ഹയർ ചെയ്തു, നിനക്കൊരു ചാൻസ് തന്നു. അപ്പം അത് ഇട്ടേച്ച് പോകുന്നതല്ല അതിൻ്റെ ശരിയായ രീതി, അവിടെ കണ്ടിന്യൂ ചെയ്യുക.
എന്നിട്ട് നിനക്ക് പ്രൊഫഷണലി ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക. നീ അവിടെ സാറ്റിസ്ഫൈഡ് ആണ് ആസിഫ് നൗ ആണെങ്കിൽ നീ അവിടെ കണ്ടിന്യൂ ചെയ്യുക, ക്യാഷ് നോക്കി പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മാമും ഫാദറും പറഞ്ഞു നീ നാളെ എന്ത് ചെയ്തോ ഒന്ന് പോയി നോക്കുക, ഏതായാലും വിളിച്ചതല്ലേ, പോയി നോക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ ആയിക്കോട്ടെ പോയി നോക്കാം. അങ്ങനെ മാം എത്രയും നമ്മൾ സാലറി പറയണം, മാം നീ 10,000 അടുപ്പിച്ച് പറഞ്ഞോ, ഒരു 10,000 റിയാൽ അടുപ്പിച്ച് പറഞ്ഞോ, ഒരു വിഷയമില്ല, ആൾക്ക് കിട്ടും, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ പോണില്ലല്ലോ പറഞ്ഞു മാം. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ പോണില്ലല്ലോ, നീ ഏതായാലും ചോദിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവിടെ എത്തി. അപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അവരെന്ത് ചെയ്തു എന്നോട്, ഞാൻ നോർമലി ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ എന്താ അവർ പറയുന്ന സമയമാണല്ലോ, അപ്പം ഞാൻ ഓൾറെഡി ഇവരോട് എനിക്ക് ആ സമയത്ത് വരാൻ കഴിയല, കാരണം ഞാനിപ്പോൾ ഓൾറെഡി കമ്മിറ്റഡ് ആണ്, എനിക്ക് ഇന്ന സമയത്തിന് ശേഷം എത്താൻ പറ്റുള്ളൂ, അപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് വരാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. വേറെ നിവൃത്തിയില്ല, കാരണം നമ്മളൊരു സ്കൂളിൽ വർക്ക് ചെയ്തിട്ട് അവിടുന്ന് തോന്നിയ സമയത്ത് ഇറങ്ങി പോരാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, അത് എനിക്ക് തോന്നുന്നില്ല അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ തരണ്ട, അത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചു ഞാൻ, കാരണം അത് ശരിയല്ല, കാരണം ഇവിടെ നല്ല സപ്പോർട്ടൊക്കെ അവർ തരുന്നത്, അത് മിസ്യൂസ് ചെയ്യുന്നത് ശരിയല്ല എന്ന് ഞാൻ വിചാരിച്ചു. അല്ലാതെ അത് അറഗൻസി ആയിട്ട് നിങ്ങളാരും കണക്കൂട്ടരുത്, അതൊരു പ്രൊഫഷണൽ രീതിയല്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഫാദറും പറഞ്ഞു അതന്നെ, മാമും പറഞ്ഞു അതന്നെ, വൈഫൊക്കെ തന്നെ നീ അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഞാൻ പറഞ്ഞ സമയത്ത് അവരെനിക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത്, ഇൻ്റർവ്യൂ മീൻസ് ഇൻ്റർവ്യൂ കഴിഞ്ഞതാണ്. മാം അവർ അയച്ച മെസ്സേജ് ഞാൻ കാണിച്ചിരുന്നു, കൺസിഡർ ദാറ്റ് യു ഹാവ് അയേർഡ് ഓൾറെഡി, നിന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്, നീ നാളെ വാ, നീ നാളെ ജോയിൻ ചെയ്യാൻ കണക്കാക്കിയോ എന്ന് പറഞ്ഞു. അവിടെ എത്തി അവരെന്നോട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിനേക്കാളും ഏകദേശം 3,000 റിയാൽ എക്സ്ട്രാ സാലറി ഓഫർ ചെയ്തു. ഓക്കെ ഫൈൻ. പിന്നെ ഞാൻ ചോദിച്ചു വേറെ എന്തൊക്കെയാണ് നിങ്ങൾ ഓഫർ ചെയ്യുന്നു ചോദിച്ചു. ഫ്ലൈറ്റ് ടിക്കറ്റ് തരാം, വെക്കേഷൻ സാലറി തരാം, അലവൻസുകൾ തരാം. ഓക്കെ ഫൈൻ, ഓക്കെ ഫൈൻ ഓക്കെ എന്ന് പറഞ്ഞു. നീ റെഡിയാണോ ചോദിച്ചു. ഞാൻ നോക്കട്ടെ, എനിക്കിപ്പോൾ ഉള്ള സ്കൂളിൽ ഇതിനും സാലറി എനിക്ക് ഓഫർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ മാം ഓൾറെഡി ഒരു പ്ലാൻ തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അല്ലാതെ ഞാൻ വലിയ സംഭവമായിട്ടൊന്നും അല്ല കേട്ടോ, കാരണം ഈവൻ നമുക്ക് ഫിനാൻഷ്യൽ നീഡ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ആദ്യത്തെ ഒരു വർഷം ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത എനിക്ക് ഇപ്പം നല്ല പാക്കേജ് ഇവർ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ചു എന്ത്, എനിക്ക് വൺസ് ഐ ആം എക്സ്പീരിയൻസ്ഡ്, എനിക്ക് ഇതിനേക്കാൾ അവർ ഓഫർ ചെയ്യുമല്ലോ. അപ്പോൾ ആ എക്സ്പീരിയൻസ്, അതും IG, ഇപ്പോൾ വിളിച്ചത് അമേരിക്കനാണ്, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് IG-യിലാണ്. അപ്പോൾ IG എക്സ്പീരിയൻസ് ആണ് എന്തുകൊണ്ടും ബെറ്റർ, ബെനിഫിഷ്യൽ എന്നുള്ളത് ഞാൻ ആലോചിച്ചു. അപ്പോൾ ഓക്കെ ക്യാഷ് നോക്കിയിട്ട് ഈ വർഷം പോകണ്ടെന്ന് വിചാരിച്ചു. ടെൻഷനോടെ കയറിയ, കൺഫ്യൂഷനായിട്ട് സ്കൂളിലേക്ക് കയറിയ ഞാൻ തിരിച്ചിറങ്ങുന്നത് ഹാപ്പി ആയിട്ടായിരുന്നു. മാം അവർ സാലറി കൂടുതൽ ഓഫർ ചെയ്തു, പക്ഷേ ഞാൻ പോകണില്ല, ആയിക്കോട്ടെ കലാസ് വിട്ടേക്ക്, അത് വിട്ടേക്ക് എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്ത് ആ ഓഫർ ഒഴിവാക്കുകയാണ്. അതിന് ശേഷം വേറെ സ്കൂൾസ് 2-3 അറബിക് സ്കൂൾസ് വിളിച്ചു, ഞാൻ അതും റിജക്റ്റ് ചെയ്തു. അൽഹംദുലില്ലാ. അങ്ങനെ ഇപ്പം ഞാൻ പ്രസൻ്റ്ലി വർക്ക് ചെയ്യുന്ന സ്കൂളിൽ എന്ത് ചെയ്യണം മാം, വളരെ ഹാപ്പിയാണ്. അവർ നല്ല സപ്പോർട്ടാണ്. ഇപ്പം വർക്ക് ചെയ്യുന്ന സ്കൂൾസ് ഒന്നും പറയാതിരിക്കാൻ എനിക്ക് വയ്യ, ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ നമ്മളെങ്ങനെയാണോ അവരോട് അവരുടെ അടുത്ത് നിൽക്കുന്നത് അതനുസരിച്ചായിരിക്കും നമുക്കും കിട്ടുന്ന കാര്യങ്ങൾ. അപ്പം നമ്മൾ പ്രൊഫഷണലി ഡീൽ ചെയ്യുക. നമ്മളെ നാട്ടിലെ പോലത്തെ സിസ്റ്റങ്ങളൊന്നുമില്ല അവിടെ, വളരെ പ്രൊഫഷണലി ഡീൽ ചെയ്യുക, എല്ലാവർക്കും ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക, സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. നമ്മൾ വലിയ സംഭവം എന്ന് വിചാരിച്ചു, നമ്മളെക്കാളും വലിയ സംഭവങ്ങളാണ് ഇവിടുത്തെ ആളുകളൊക്കെ, അവർക്കൊക്കെ നമ്മളെക്കാളും എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അപ്പോൾ അവരിൽ നിന്ന് എന്തൊക്കെ പഠിക്കാണ്ട് എന്നാണ് ഞാൻ നോക്കാറ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന കുട്ടികളിൽ നിന്ന് പോലും നമുക്ക് കുറേ പഠിക്കാണ്ട്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂൾസിലൊക്കെ കുട്ടികൾ നല്ല ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ട് മാം, അവരിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും കിട്ടാനുണ്ട്. അപ്പോൾ അതാ ഞാൻ നോക്കാറ്, നമുക്ക് എന്തൊക്കെ കിട്ടാനുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ. ഇപ്പോൾ ലാസ്റ്റായിട്ട് മാം ഞാൻ മാമിന് താങ്ക്സ് പറയാണ്. മൈ ഫാദർ, മൈ വൈഫ്, ഷീജു മാം, പിന്നെ എൻ്റെ എളാപ്പ, ഇവരൊക്കെയാണ് എന്നെ ഇതിലേക്ക്, എൻ്റെ ഹാർഡ് വർക്കൊക്കെ അതിലുണ്ട്, ഇതിലേക്ക് ഇവരൊക്കെയാണ് എന്നെ എത്തിച്ചേരാൻ സഹായിച്ചത്. എനിവേ താങ്ക്സ്, ദാറ്റ്സ് ഓൾ മാം. ഇതാണ് എൻ്റെ കരിയർ ജേണി. ഓക്കെ ഷാനു, ഇതില് ഒരു ക്വസ്റ്റ്യന് മലയാളികളായിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സൊക്കെ അല്ലെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇംഗ്ലീഷ് ഭയങ്കര, ഷാനു അത്യാവശ്യം സംസാരിക്കും, എനിക്കറിയാം ഷാനു നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. ബട്ട് ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ ഒരു സബ്ജക്ട് ടീച്ചർ, സയൻസ് ടീച്ചറിൽ വരുമ്പോൾ, ബയോളജിയിൽ വരുമ്പോൾ ഇംഗ്ലീഷ് എത്രത്തോളം നമ്മളെ നാട്ടിൽ നിന്ന് വരുന്നവർ പേടിക്കണം ഒന്ന് പറഞ്ഞു കൊടുത്തേ, അവരുടെ ഒരു ധൈര്യത്തിന്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മാം, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് മനസ്സിലാവണം, മനസ്സിലാവണം. അതെ, അവർ പറയുന്നത് നമുക്ക് നമ്മൾ മാത്രമേ. ലാംഗ്വേജ് ടീച്ചേഴ്സ് അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എക്സാക്ട്ലി. എക്സാക്ട്ലി. അപ്പം ഇപ്പം എൻ്റെ ഒക്കെ ഒരു എളുപ്പം എന്ന് വെച്ചാൽ ബയോളജി, നമുക്ക് ആ ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ തന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഈസ് വാസ് ഇതൊന്നും നിങ്ങൾ ആലോചിച്ച് കൺസേൺ ആവശ്യമില്ല. അതിനൊന്നും സമയമില്ല. നമ്മൾ പറയുന്ന കണ്ടന്റ് വ്യക്തമായിട്ട് അവർക്ക് എന്ത് ചെയ്യണം, മനസ്സിലാവും.
ആ ആ കമ്മ്യൂണിക്കേഷന് ആ അവർക്ക് പിന്നെ നന്നായിട്ട് വൺസ് മനസ്സിലാവും. നമ്മളൊരു സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് പോളിഷ്ഡ് ആവും ഓട്ടോമാറ്റിക്കലി. അതാണ് അത് ആയിക്കോളും. എൻട്രി ലെവലില് യെസ്. സാലറി നോക്കണ്ട. അതുകൊണ്ടാണല്ലോ ഷാനു, അത് ഞാൻ ഒന്നും കൂടെ നമ്മുടെ ടീച്ചേഴ്സിന്റെ അടുത്ത് പറയട്ടെ. ഷാനു ഇതിങ്ങനെ പറയുമ്പോൾ നമുക്ക് പലർക്കും തോന്നും, കാരണം നമ്മളൊക്കെ ഗൾഫ് എന്ന് പറയുമ്പോൾ കുറച്ച് റിയാലൊക്കെ നേടണം, പൈസയൊക്കെ ഉണ്ടാക്കണം അല്ലേ, നമുക്കൊരു കാറും വീടൊക്കെ വേണം, തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ. പക്ഷേ 3000 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 75,000 രൂപന്റെ അടുത്ത് കൂടുതൽ സാലറി ഓഫർ ചെയ്തിട്ട് എന്നെ കാണിച്ചതാണ് ആള്, മെസ്സേജ് കാണിച്ചതാണ്. യു ആർ ഓൾറെഡി ഹയേർഡ് ബൈ ദ സയൻസ് ഡിപ്പാർട്ട്മെന്റ്. അതായത് ഞങ്ങൾ നിന്നെ എടുത്തു, നീ ഇങ്ങോട്ട് വാ, ഇനി സൈൻ ചെയ്താണ് പണി തുടങ്ങിയാൽ മതി എന്നുള്ളതാണ് ഇതാക്കുന്നത്. എന്നിട്ട് ആൾ അവര് പിന്നെ ഇതാണ് പ്രീവിയസ് ഡേ എന്നെ കാണിക്കുന്നത്. അപ്പൊ അവര് നമ്മൾ പ്രൊബേഷൻ പറയുന്നത് പീരീഡ് അതൊക്കെ ഞങ്ങൾ കേട്ടിക്കണേ, ഞങ്ങളൊന്നും തീരുമാനിക്കാന്നുള്ളത് അത് അഹങ്കാരല്ല. കാരണം ആൾക്ക് കൃത്യമായിട്ട് ആൾക്കൊരു ഗോൾ ഉണ്ട് ഷാനുവിന്. അവിടെ ക്യാഷ് എന്നുള്ളതിന് ആള് മറന്ന് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഒന്നും പറയാനില്ല. ഫ്ലൈറ്റ് ഇത് മാത്രമല്ല, ഫ്ലൈറ്റ് ടിക്കറ്റ് തരുന്നു, അലവൻസ് തരുന്നു, പൈസ ആൾ അതിനാണ് മറന്നു. അത് അഹങ്കാരല്ല. ആളുടെ നമ്മൾ ഇനിയും ആളുടെ ഫ്യൂച്ചറിൽ ഷാനു ഒക്കെ വലിയ പൊസിഷനിലാണ് എത്താൻ പോകുന്നത്. കാരണം ആദ്യം നമ്മൾ പഠിച്ചെടുക്കണം കുറച്ച്, അവിടെ നമുക്ക് ക്യാഷും ഓടാൻ പറ്റില്ല അല്ലെ. അത് ഞാനൊന്ന് കറക്റ്റ് ചെയ്താണ്, കാരണം എനിക്കറിയാം ഷാനു പോകുന്ന ആ ഒരു വഴികള്. പിന്നെ എനിക്ക് ടീച്ചേഴ്സിന്റെ അടുത്ത് പറയാനുള്ളത് ആ ഒരു ഫോക്കസ്. ഷാനു നമ്മുടെ ട്രെയിനിങ്ങും കാര്യമൊക്കെ എടുത്തിട്ട് ആൾക്ക് ഒരു ഗോൾ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് എത്താന് ഫോക്കസ് ചെയ്തിട്ട് ഹാർഡ് വർക്ക് ഇല്ലാതെ ഒന്നും നടക്കൂല. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ ആളെത്തും. നമുക്കൊക്കെ ഇപ്പൊ സാറിന്റെ ഒരു സക്സസ് സ്റ്റോറി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടാവുക. കാരണം ഒരു കാര്യം നമ്മൾ സക്സസ്ഫുള്ളി അല്ലെ അത് അച്ചീവ് ചെയ്ത പറയുമ്പോ തന്നെ സാറിന്റെ ആ ഒരു ഇതെന്താണ്, ഇപ്പൊ സാറിന് തന്നെ കോൺഫിഡൻസ് ലെവൽ കൂടി. ആളുടെ സെൽഫ് കോൺഫിഡൻസ്, ഹാർഡ് വർക്ക്, ഡിറ്റർമിനേഷൻ, ഇതിലാണ് ആൾ പോകുന്നത്. സ്റ്റേറ്റസ് ഒക്കെ കാണുമ്പോൾ ആൾ എത്രത്തോളം ആ സ്കൂൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണും. ഒരു കാര്യം പറയാനുള്ളത്, കിട്ടുന്ന ജോബ് എൻട്രി ലെവൽ ജോബായിട്ട് കണ്ടെത്തിയിട്ട് ഇപ്പൊ നമ്മുടെ സൂപ്പർ ടീച്ചേഴ്സിൽ ആളുകൾക്ക് എനർജി ഇത് കൊടുക്കുന്നത് ആള് ഷാനുവാണ്. അവര് പറയും, അയ്യോ PPT പ്രിപ്പയർ ചെയ്ത് അതും ഈ അറബ് സ്റ്റുഡൻസ് അല്ലേ, നമ്മുടെ അറിയാലോ 100% അവർക്ക് എല്ലാവർക്കും ജോബ് കിട്ടി. ഷാനു പറഞ്ഞു കൊടുക്കാറെന്താ അറിയോ, ഇതിനൊരു എക്സ്പീരിയൻസ് ആയിട്ട് കാണും, നിങ്ങളുടെ വർക്ക് നിങ്ങൾ എൻജോയ് ചെയ്തു പോ. എല്ലാവർക്കും മോട്ടിവേഷൻ ആണ് കേട്ടോ. അപ്പൊ ഷാനു വളരെ സന്തോഷമാണ് കേൾക്കുമ്പോൾ. ഷാനു ശരിക്കും പറഞ്ഞാല് ഷാനുവിന്റെ ഒരു സ്റ്റോറി ഇത്രയും കേട്ടപ്പോ ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി. നമ്മൾ താങ്ക് യു മാം. മെന്റർ ആണെങ്കിലും നമ്മൾ എല്ലാവരുടെ പഠിക്കുമല്ലോ. ഇപ്പൊ ഷാനു പറഞ്ഞ പോലെ ഷാനുവിന്റെ കുട്ടികള് സ്റ്റുഡൻസിന്റെ അടുത്ത് ഷാനു പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ യെസ്. ഷാനുവിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ പറയാതെ വയ്യ ആളുകൾക്ക് ആ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്. നമ്മളടുത്ത ആളുകൾ വന്നിട്ട് ഷാൻഷാ സാറിന്റെ നമ്പർ ഒന്ന് ഞങ്ങൾക്ക് കിട്ടുമോ, കാരണം ആ ഒരു ഇത്, കാരണം നമ്മൾ എത്രത്തോളം വളരുന്നു. ഇത്രയും സിമ്പിൾ ആയിട്ട് ഷാനിപ്പോ ഒരു ബ്രിട്ടീഷ് സ്കൂളിലെ IG ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനെ അറിയും, ഒരു IG ടീച്ചർ എന്ന് പറയുന്ന അത്ര ഈസി അല്ല കിട്ടാന്. ട്രെയിനിങ് എടുത്താലൊക്കെ ഒരു IG ടീച്ചറായിട്ട്, അതും എക്സ്പീരിയൻസ് ഇല്ലാതെ, എല്ലാ ടീച്ചേഴ്സും കേട്ടോ, ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ആള് മാറ്റി പിടിച്ച് ഫസ്റ്റ് തന്നെ കയറുന്നത് IG ടീച്ചറാ. IG ലെവൽ എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല കിട്ടാൻ, ബ്രിട്ടീഷ് സിലബസ് പഠിപ്പിക്കാൻ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും പഠിപ്പിക്കുന്നവർക്കും അറിയാം അല്ലെ. അതിൽ എനിക്ക് തോന്നുന്നു ഷാനുവിന്റെ ഹാർഡ് വർക്ക് പ്ലസ് ഒരു ദൈവാനുഗ്രഹം. കാരണം അത്ര ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. എന്ത് ചോദിച്ചാലും ചിലരൊക്കെ വന്നിട്ട് നമ്മളോട് പറയും, ഞങ്ങൾക്ക് ഷാൻഷാ സാറിനോടാണ് സംസാരിക്കേണ്ടത്, ഷാൻഷാ സാറിന് ജോബ് കിട്ടിയോ. അപ്പൊ നിങ്ങൾക്ക് ഒക്കെ സമാധാനമായല്ലോ. ഷാൻഷാ സാറിന്റെ പിന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്, പക്ഷേ ഒരു കാര്യം നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ തന്നെ അറിയണം. അതുകൊണ്ടാണ് അതങ്ങനെ ഷോർട്ട് ആക്കാതെ ശരിക്കും. കാരണം ഒരാൾ ഗൾഫിലേക്ക് ജോലി നോക്കുമ്പോൾ ആൾക്ക് ഇത് എന്ത് എങ്ങനെയാന്നുള്ളത് ഇരുന്ന് കാണട്ടെ, 1 മണിക്കൂർ നിങ്ങൾ ചെലവാക്കിക്കോ, അതൊന്നും പ്രശ്നമില്ല. പിന്നെ ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, നമ്മുടെ ട്രെയിനിങ് കോഴ്സസും കാര്യങ്ങളൊക്കെ സാർ എടുത്തു, പക്ഷെ അതുകൊണ്ട് മാത്രം ജോലി കിട്ടൂല. ഹാർഡ് വർക്ക് റിപ്പീറ്റ് ചെയ്യാണ് ഞാൻ. നിങ്ങൾ ട്രെയിനിങ് എടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഐഡിയാസും നല്ല എക്സ്പേർട്ടുകളും ആണെങ്കിൽ യൂട്യൂബും ഗൂഗിളൊക്കെ ഒന്ന് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്ക്. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടും. അല്ലാതെ ട്രെയിനിങ് എടുത്തവർക്ക് മാത്രമൊന്നുമല്ല ഗൾഫിൽ ജോലി കിട്ടുന്നത്. ട്രെയിനിങ് നമ്മൾ പറയുന്നത് നിങ്ങൾ കുറേ ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല, ഡിസപ്പോയിൻമെന്റിൽ നിൽക്കുകയാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാനാണ് നമ്മൾ ട്രെയിനിങ്ങും മെന്ററിങ്ങും ഒക്കെ പറയുന്നത്. അല്ലാതെ എല്ലാവരും ട്രെയിനിങ് ഒന്നും എടുക്കണ്ട, പക്ഷെ ഹാർഡ് വർക്ക്, ഗിവ് അപ്പ് ചെയ്യരുത്. കുറേ അങ്ങോട്ട് ട്രൈ ചെയ്തിട്ട് അയ്യോ ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് വേണ്ട. ഷാനു സാറിന്റെ വീഡിയോ ശരിക്കും നിങ്ങൾ അത് വാച്ച് ചെയ്യുക. ഇനി രണ്ട് കാര്യം സാറിന് കൂടി പറയാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സാർ ആഡ് ചെയ്യും.
ആ രണ്ട് കാര്യം കൂടി പറഞ്ഞോട്ടെ മാം. ആ എല്ലാം ആഡ് ഷെയർ ചെയ്തോളൂ, കാരണം ചെയ്യുമ്പോൾ അവർക്ക് അത് ഹെൽപ്പ് ആയിരിക്കണം ഈ ഒരു വീഡിയോ നിർബന്ധം. കുറേ പറയാനുണ്ട്, പക്ഷെ അതൊക്കെ ഭയങ്കര ലെങ്തി ആവും. പറഞ്ഞു. പിന്നെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം, മാം നമ്മളെ ഗ്രൂപ്പിലുള്ളവർ കുറച്ച് ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഗോൾ ആദ്യം സെറ്റ് ചെയ്യുക. ഗോൾ സെറ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതായത് നിങ്ങൾക്ക് നല്ല വിഷൻ വേണം, നിങ്ങളുടെ ഗോളിൽ ഒരു ക്ലാരിറ്റി വേണം. യെസ്, ഞാൻ ഇന്ന സ്കൂൾസാണ് ഞാൻ നോക്കുന്നത്, ഞാൻ ഇന്ന സ്കൂളിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പം ആ ക്ലാരിറ്റി, നിങ്ങളുടെ വിഷനിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് സെറ്റ് ചെയ്തേ നിങ്ങൾ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, കോൺഫിഡൻസ് ഇൻ യുവർ സ്കിൽസ്. നിങ്ങളുടെ സ്കിൽസിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. സബ്ജക്ട് നോളജ് സെക്കൻഡറിയാണ്. നിങ്ങൾക്ക് എത്ര നോളജ് ഉണ്ടായിട്ടും കാര്യമില്ല, നിങ്ങൾക്കത് അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാര്യമില്ല. അപ്പം നിങ്ങൾ സ്കിൽസ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്തെടുക്കുക. മൂന്നാമത്തെ കാര്യം, ഡോണ്ട് വെയിറ്റ് ഫോർ ദി റൈറ്റ് ടൈം ടു ഹാപ്പൻ. ഓക്കെ, നിങ്ങൾക്ക് നാളെ നല്ല സമയം വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കരുത്. നിങ്ങൾ എപ്പോൾ ഇറങ്ങുന്നോ അതാണ് നിങ്ങളുടെ റൈറ്റ് ടൈം. ആ സമയം, ആ മൊമെൻറ്റിന് വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ഇറങ്ങുന്ന മൊമെൻറ്റ് എൻജോയ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ധൈര്യമായിട്ട് മുനിറ മാമിനെ ഫോളോ ചെയ്യുക. ഞാൻ ആകെ ചെയ്തൊരു കാര്യം, ഞാൻ ഒരു വർഷം മാം, അപ്പം ഇത്ര സമയം എടുത്തിട്ട് നവംബറിൽ വന്നിട്ട് എനിക്ക് ഓഗസ്റ്റായി എനിക്ക് ജോലി കിട്ടാൻ. എനിക്ക് ഓഗസ്റ്റായി. അപ്പോൾ ആ ഫേസിലൂടെ ഒക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ടെൻഷനും കാര്യങ്ങളും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ വൺസ് എൻ്റെ ഗോൾ ഞാൻ സെറ്റായിരുന്നു. ഓക്കെ, എനിക്ക് എത്തണം, എനിക്ക് ഇതിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്ത് ആദ്യത്തെ ഒരു 3-4 സ്കൂളിലേക്ക് നിങ്ങൾ കയറി ചെല്ലാനുള്ളൊരു ബുദ്ധിമുട്ടേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഗോഡ് മോഡ് ഇൻ ദ സെൻസ്, പിന്നെ നിങ്ങൾക്ക് സ്പോട്ട് ഡെമോ കിട്ടിയാൽ എന്ത് സ്പോട്ട് ഡെമോ ഒക്കെ ഇപ്പം എടുക്കാം, ഇപ്പം തന്നെ എടുത്തരാന്നുള്ള ലെവലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും. ഞാനെല്ലാം നമ്മളെ സൂപ്പർ ടീച്ചേഴ്സിൽ എല്ലാ ടീച്ചേഴ്സും ആ ലെവലിലായിരുന്നു. വൺസ് ഒരു 3 സ്കൂളിൽ 4 സ്കൂളിൽ കയറി ചെല്ലേണ്ട ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ മാം. അതെത്തിക്കഴിഞ്ഞാൽ മാം പറഞ്ഞ മാതിരി തന്നെ, ഞങ്ങളൊക്കെ മാം പറഞ്ഞ സെയിം സംഭവങ്ങൾ തന്നെ, അതെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്തായി, അത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഐസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റെഡിയായി. നാലാമത്തെ കാര്യം, നിങ്ങൾ ഡയറക്റ്റ്ലി സ്കൂളുകളിൽ എപ്പോഴും എന്ത് ചെയ്യുക, CV മെയിൽ അയക്കുന്നതിനേക്കാളും ബെറ്റർ ഡയറക്റ്റ്ലി കൊണ്ടുപോയിട്ട് കൊടുക്കുക. എന്നാൽ നിങ്ങൾക്കൊരു ചാൻസ് അവിടെ എന്താണ് കൂടുതലാണ്. എന്നെ ഇപ്പം വിളിച്ച എല്ലാ സ്കൂൾസും ഞാൻ ഡയറക്റ്റ്ലി പോയ സ്കൂൾസാണ്. അപ്പോൾ അതും കൂടിയും ഒന്ന്, കാരണം നമ്മൾ സ്കൂളിൽ പോകുമ്പോഴാണ് മനസ്സിലാവുന്നത്, നമ്മളെപ്പോലെ ആയിരക്കണക്കിന് ആളുകൾ സ്കൂളുകൾ ഡയറക്റ്റ്ലി പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബയോഡാറ്റ കൊടുക്കുന്നുണ്ട്. സോ അവരെ കഴിഞ്ഞിട്ടേ നമ്മളെ മെയിലിൽ ഇവർ എന്ത് ചെയ്യാൻ നിൽക്കുന്നുള്ളൂ, ചെക്ക് ചെയ്യാൻ നിൽക്കുന്നുള്ളൂ. അപ്പം അതൊന്ന് മൈൻഡിൽ വെക്കുക. അപ്പോൾ എനിക്ക് ഈ ഒരു പോയ മെയിൽ അയച്ചാലും വിളിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. കമ്പാരിറ്റീവ്ലി ദർ ഇസ് എ മോർ ചാൻസ് ടു ഗെറ്റ് ഹയർഡ് ഇഫ് യു ഗോ ഡയറക്ട്ലി. നിങ്ങൾ ഡയറക്റ്റ്ലി പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കാനുള്ള സാധ്യത എന്തായിരിക്കും, കൂടുതലാവും. ലാസ്റ്റ് ഞാൻ പറയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് മാമിനെ മാത്രം ഫോളോ ചെയ്താൽ മതി. ഇവിടുന്ന് കിട്ടുന്ന ഡാറ്റാസ്, ഇൻഫോർമേഷൻസ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, എടുത്ത് കൺഫ്യൂസ്ഡ് ആവണ്ട. മാമിൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. മാമിൻ്റെ ഫ്രൈഡേ മീറ്റിങ്ങുകൾ ഇരുന്നാൽ മാത്രം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. എനിക്ക് അങ്ങനെയാണ് ക്ലാരിറ്റി കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ആ ക്ലാരിറ്റി ഉണ്ടാകും, കാരണം പല സ്ഥലത്തുനിന്നും പല ഇൻഫോർമേഷൻസ് കിട്ടും, അതൊന്നും ശരിയാവണമെന്നില്ല. മനസ്സിലായില്ല? അപ്പം അതൊക്കെ വേറെ പല താല്പര്യങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കുന്നതൊക്കെ ആയിരിക്കാം. ഞാൻ കറക്റ്റ് മാമിനെ ഫോളോ ചെയ്യുക. ഇഫ് യു ആർ ഇൻ സൗദി അറേബ്യ, എസ്പെഷ്യലി സൗദി അറേബ്യയിലാണെങ്കിൽ മാം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്താം. ദാറ്റ്സ് ഓൾ മാം. താങ്ക് യു ഷാനു. ഒരു കാര്യം കൂടെ അവരെടുത്ത് ഷാനു പറയുമ്പോൾ തന്നെ ആഡ് ചെയ്യുന്നത്, ഇതുപോലെ ഡയറക്റ്റ് പോകുമ്പോഴാണ് അവിടെ അപ്പോഴുള്ള വേക്കൻസി ആയിരിക്കും, അവരത് പോസ്റ്റ് ചെയ്തിട്ടും കൂടെ ഉണ്ടാവില്ല. നമ്മൾ അതിലേക്ക്, നമ്മളാണ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെടുക്കും. അതുപോലെ നമ്മുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അവർ കണ്ടു കഴിഞ്ഞാൽ ചിലത് അവർ വേക്കൻസി നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ CVയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത്രയും അവർക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടാൽ. അതും ഷാനു പറഞ്ഞ കാര്യമാണ്. ഗോള് സെറ്റ് ചെയ്യുന്നതിൽ കുറേ ആളുകൾ KG, മിഡിൽ സ്കൂള്, ഹൈസ്കൂള്, അങ്ങനെയല്ല. ഷാനു പറഞ്ഞ പോലെ ഒരു ഇത് നമ്മൾ സെറ്റ് ചെയ്യുക. അതിൽ പ്ലാൻ 1, പ്ലാൻ 2, പ്ലാൻ 3 ആക്കിക്കോട്ടെ, പ്രശ്നമില്ല. അതിനനുസരിച്ച് സെറ്റായിട്ട് വേണം അവർ ചെയ്യാൻ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഡിഗ്രി ഉണ്ട്, കേരളക്കാർക്ക് ഒരു ലോഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. നമ്മുടെ അത്രയും ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ ഹൈ സാലറി വാങ്ങുന്നുണ്ട്, എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇനി നമ്മൾ പഠിച്ച ഡിഗ്രികൾ അത് മതി. അതിൻ്റെ കൂടെ നിങ്ങളുടെ സ്കിൽസ്, അഡീഷണൽ ക്വാളിഫിക്കേഷൻ, ട്രെയിനിങ്, ഇതെല്ലാം നിങ്ങൾ സെറ്റാക്കുക. പിന്നെ ഷാനു പറഞ്ഞ പോലെ എല്ലാത്തിനും നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് ഒരു മെൻറ്ററെ ഫോളോ ചെയ്യുക. ആ മെൻറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഷാനു പറഞ്ഞ പോലെ സൗദി അറേബ്യയിലെ കാര്യങ്ങൾ, മിഡിൽ ഈസ്റ്റിലേക്കുള്ള നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ മെൻറ്ററിങ് എടുക്കണ്ട, ട്രെയിനിങ് എടുക്കണ്ട. നമ്മളെ ഫ്രൈഡേ ക്ലാസ്സസ് നമ്മൾ ഇനി മുതൽ, അത് സാറ്റർഡേയിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ അത് ആ സാറ്റർഡേ ക്ലാസ്സസ് നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ ജോബ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. താഴെ നമ്മുടെ ടീമിൻ്റെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, ജോബ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഉണ്ട്.
അപ്പം അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾ നമ്മളെ കണക്ട് ചെയ്ത് അങ്ങോട്ടെത്തും. എന്നിട്ട് സാറ്റർഡേ മീറ്റിങ്ങുകൾ കണ്ടോ, ആദ്യമൊന്നും നിങ്ങൾ ട്രെയിനിങ് ഒന്നും എടുക്കണ്ട. ഈ മീറ്റിങ്ങിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ പോയിന്റ് ചെയ്ത് അത് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളെ വീഡിയോസൊന്നും കാര്യങ്ങൾ കിട്ടും. അത് വെച്ച് നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. അങ്ങനെ നമുക്ക് കിട്ടാൻ മതി കേട്ടോ. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ മാത്രം ട്രെയിനിങ് ഒക്കെ എടുത്താൽ മതി. പിന്നെ ഫാസ്റ്റ് റിസൾട്ട് കിട്ടാനാണ് മെൻറ്ററിങ് ഒക്കെ. ആദ്യം ഇതൊന്നും ഇല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയല്ലോ. ഷാൻഷാ സാറിൻ്റെ, അതായത് നമ്മുടെ ഷാനുവിൻ്റെ ഫുൾ ഒരു കരിയർ ഗൈഡൻസ്, കരിയർ ഇത് ജേണി എങ്ങനെയാണ് ആൾ പോയത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. അതൊന്നും നിങ്ങൾ കാര്യങ്ങൾ നോട്ട് ചെയ്യുക. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇതിലൂടെയും ഇത് കണ്ടിട്ടും ഇനി കുറേ ആളുകൾ മാറ്റി പിടിക്കും അല്ലേ. ഷാനു സാറിൻ്റെ കരിയർ ജേണികളും കൂടി കുറേ ആളുകൾക്ക് യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആരും ഡിസപ്പോയിൻറ്റഡ് ആവരുത്, അതുപോലെ ഗിവ് അപ്പ് ചെയ്യരുത്. ഒരു ദിവസം തന്നെ നിങ്ങൾ ഇന്ന് തന്നെ 1-ാം തീയതി ആവാൻ നിൽക്കണ്ട, നാളെ എന്ന് പറയാൻ നിൽക്കണ്ട, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക. ഓൾ ദ ബെസ്റ്റ്. ബൈ.